Amen. Amen. धन्यवाद पास्टर जी बुलाने के लिए, आज दोबारा आप आए आपके बीच में. I am so happy to be here with you all. ഇന്ന് രാത്രിയിലും പിന്നെയും നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞല്ലോ. ഇൻവിറ്റേഷൻ നൽകിയതിന് നന്ദി പറയുകയാണ്. വളരെ സന്തോഷവാനായിരിക്കുന്നു. मैं विश्वास करता हूं कि परमेश्वर आज आपको छुएगा और आपकी जिंदगी एक आशीषित जिंदगी बन जाएगी. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ തൊടും, നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറും. आप लोगों में से जो क्रिकेट वगैरह देखते थे पहले, छोटे बच्चों को ज्यादा याद रहेगा. हम जो बूढ़े हो रहे हैं, हम बूढ़े नहीं हुए हैं पर तब भी हमारी आयु आगे चले गई है. पर जब हम क्रिकेट खेल देखते थे इंडिया पाकिस्तान को और हमें पता होता था इंडिया जीतने वाला, हम पहले ही नाचने लग जाते थे. നമ്മളെ കൊച്ചു പ്രായത്തിലൊക്കെ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമായിരുന്നല്ലോ. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അത് കാണുന്നൊക്കെ കുറഞ്ഞിരിക്കാം. പ്രായമായെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കളിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് ഇന്ത്യ ജയിക്കാൻ തുടങ്ങുകയാണെന്ന്. അപ്പോൾ കളി തീരുന്നതിന് മുമ്പ് നമ്മൾ നൃത്തം ചെയ്യാൻ തുടങ്ങും. अगर आपको पता है विश्वास में आपको विजय मिलने लग रहा है तो आप क्यों नहीं नाचे? मैं आपसे सवाल पूछूं. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വിശ്വാസത്താൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താ നൃത്തം ചെയ്യാത്തത്? आज से नाचना शुरू कर लीजिए. ഇന്ന് മുതൽ നൃത്തം ചെയ്യാൻ തുടങ്ങിക്കാട്ടെ. आपको लगेगा सामने कठिनाइयां, सामने गुलायत खड़ा हुआ, सब लगेगा, पर उसके सामने परमेश्वर आपको छुटकारा देगा. आपको विश्वास होना चाहिए. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, ഗോലിയാത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം ശരിയാണ് കർത്താവ്, എന്നാൽ ആ വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിടുതൽ നൽകും. परमेश्वर की आराधना करते हुए, धन्यवाद देते हुए परमेश्वर को कहते, परमेश्वर तेरा धन्यवाद हो जो तू छुटकारा देने वाला है मेरी जिंदगी में. കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് പറയാം, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ വിടുതൽ നൽകുന്നതിനായി സ്തോത്രമെന്ന്, നന്ദി എന്ന് നമുക്ക് പറയാം. आइए उत्पत्ति 22 की तरफ जाएं. നമ്മുടെ ശ്രദ്ധയെ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകാം. मैं थोड़े टाइम अंदर मेरे एक युद्ध चल रहा था, क्या प्रचार करूं. എൻ്റെ അകത്തൊരു വലിയ ചിന്ത ഇങ്ങനെ കടന്നു പോകുകയായിരുന്നു, എന്താണ് ഇന്ന് സംസാരിക്കേണ്ടത്. मैंने अपना दूसरा बाइबल उठाया था प्रचार करने वाला, उसमें निकाला था चैप्टर प्रचार करने के लिए. ഞാൻ വേറൊരു വേദപുസ്തകം എടുത്ത് അതിനകത്ത് സംസാരിക്കേണ്ട ഒരു ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. पर जब प्रार्थना चल रहा था तो परमेश्वर ने मेरे को एक वचन दिया आपसे बांटने के लिए. എന്നാൽ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വചനം തന്നു നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. सेकंड क्रॉनिकल मैं प्रचार करने वाला था सेकंड क्रॉनिकल्स 32 से, पर मैं प्रचार जेनेसिस 22 से करूंगा. ഞാൻ 2 ദിനവൃത്താന്തം 32 നിന്നാണ് സംസാരിക്കാൻ ഇരുന്നത്, എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഉൽപ്പത്തി 22 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ये पूरा चैप्टर मैं प्रचार करूंगा. ഈ അധ്യായം മുഴുവൻ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. आज किसी को जल्दी तो नहीं है, मेरे को विश्वास है. എനിക്ക് തോന്നുന്നു ആർക്കും പെട്ടെന്ന് മീറ്റിംഗിൽ നിന്ന് മടങ്ങി പോകണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. इसलिए मैं थोड़ा टाइम लेके प्रचार करूंगा. അതുകൊണ്ട് കുറെ സമയം എടുത്ത് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. परेशान नहीं होना, मैं जल्दी खत्म करूंगा. നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാൻ വേഗത്തിൽ നിർത്തും. 22 के शुरू में कहता है, some time later God tested Abraham and he said to him, Abraham, here I am, he replied. 22-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. कुछ समय बाद परमेश्वर ने अब्राहम को बुलाया. അതിനുശേഷം അല്പസമയത്തിന് ശേഷം അബ്രഹാമിനെ ദൈവം വിളിച്ചു. परखने के लिए बुलाया, പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചു. ആമേൻ. उसका विश्वास कहाँ है देखने के लिए बुलाया. അവന്റെ വിശ്വാസം എവിടെയാണ് അത് നോക്കാൻ വേണ്ടി വിളിച്ചു. हम लोग कोई अपनी डिग्री पे, कोई अपने बैंक बैलेंस पे, कोई अपने घर के तारवाड़ बोल के कुछ है उस पे बैठे हुए हैं. നാം നമ്മുടെ ഡിഗ്രി, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ വീടിന്റെ തറവാടിത്തം, ഇതിലൊക്കെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. पर परमेश्वर देख रहा है कि हमारा विश्वास उस पे है कि और कोई चीज पे है. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ വിശ്വാസം അവനിലാണോ അതോ മറ്റെന്തെങ്കിലും ആ വസ്തുവിലാണോ ഉറച്ചിരിക്കുന്നത്. कुछ समय बाद परमेश्वर ने परखा. അല്പ നാളുകൾക്ക് ശേഷം ദൈവം അവനെ പരീക്ഷിച്ചു.
जब परमेश्वर हमारी जिंदगी में परखेगा, परमेश्वर हमारे बारे में क्या कहेगा? അല്പ നാളിന് ശേഷം ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കണ്ടെത്തുവാനിടയായി തീരും? सब कुछ आराम की जिंदगी नहीं है. എല്ലാം വിശ്രമിക്കുന്ന നല്ല സമയങ്ങളല്ല ജീവിതത്തില്. मेरे घर में मेरे एक विश्वासी आए, उन्होंने बोला पास्टर जी मेरे लिए प्रार्थना करें. എന്റെ വീട്ടില് എന്റെ ഒരു വിശ്വാസി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मैंने बोला क्या हो गया? ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? मेरे को बोला एक समस्या के बाद दूसरी समस्या, इसमें शांति चाहिए मेरे को. ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളാണ്, എനിക്ക് സമാധാനം വേണം. मेरे को सिर्फ शांति चाहिए और कुछ नहीं. എനിക്ക് സമാധാനം വേണം, വേറെ ഒന്നും വേണ്ട. मैं और मेरी बीवी ने उनके सर पे हाथ रखा. ഞാനും എന്റെ വൈഫും അവന്റെ തലയിൽ കൈവച്ചു. हाथ रखने के बाद मैंने एक प्रार्थना करी. കൈവച്ച ശേഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. मेरी प्रार्थना थोड़ी अजीब और अलग तरीके की प्रार्थना थी. എന്റെ പ്രാർത്ഥന ഒരല്പം വ്യത്യാസമുള്ള പ്രാർത്ഥനയാണ്. मैंने कहा परमेश्वर इन्हें मार दे. ഞാൻ പറഞ്ഞു, കർത്താവേ ഇവനെ ഇല്ലാതാക്കണം, ഹല്ലേലൂയ, അടിക്കണം. क्योंकि कब्रिस्तान में सिर्फ शांति रहती है. എന്തുകൊണ്ടെന്നാല് ഹല്ലേലൂയ, മരിച്ച ശേഷമേ സമാധാനം കിട്ടത്തുള്ളൂ. जब तक आप जिंदा है, परमेश्वर के पीछे चल रहे हैं, शैतान आपको परेशान करने की कोशिश करेगा. എത്ര നാൾ നിങ്ങൾ ജീവനോടുകൂടെ ഇരിക്കുന്നു, ഭൂമിയിൽ ഇരിക്കുന്ന അത്രയും നാളും സാത്താൻ നിങ്ങളെ കഷ്ടപ്പെടുത്തുവാൻ, പരീക്ഷയിലേക്ക് ഇടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. उस समय अपनी आंखें परेशानी पे ना रखते हुए यीशु मसीह के ऊपर रखें. ആ സമയത്ത് നമ്മുടെ കണ്ണുകൾ പ്രശ്നങ്ങളുടെ മേലല്ല, യേശുവിന്റെ മേൽ നാം വെക്കണം. ആമേൻ, ഹല്ലേലൂയ. जब उसको परखा तो परमेश्वर ने क्या बोला? അവനെ പരീക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? दूसरे आयत में രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. तो वहां क्या लिखा है? He said to take your son. हिंदी में कोई वो डाल सकता है? मेरे लिए बहुत धन्यवाद. Take your son, your only son Isaac, whom you love, and go to the region of Moriah. Sacrifice. कहा अपने पुत्र, या पढ़ लीजिए. कंटिन्यू। उसने कहा अपने पुत्र को, अर्थात अपने एक लौते पुत्र इसहाक को, जिससे तू प्रेम रखता है, संग लेकर मोरिया देश में चला जा और वहां उसको एक पहाड़ के ऊपर जो मैं तुझे बताऊंगा वो बलि करके चढ़ा. आमेन. ओके, धन्यवाद. अभी मेरे को पता आप 6 महीने से ज्यादा यीशु मसीह के पीछे चल रहे हो. എനിക്കറിയാം നിങ്ങൾ 6 മാസത്തിലധികമായിട്ട് കർത്താവിനെ പിൻപറ്റുകയാണ്. मेरे को पता आपने ये कहानी सुनी हुई है. എനിക്കറിയാം ഈ കഥ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന്. पर मेरा सवाल यहाँ ये उठता है, എന്നാൽ എന്റെ ചോദ്യം ഇവിടെയാണ് പ്രിയമുള്ളവരെ. परमेश्वर ने क्या कहा? अपना एकलौता पुत्र. ദൈവം എന്താണ് പറഞ്ഞത്? നിന്റെ ഏകജാതനാകുന്ന പുത്രനെ. मेरा सवाल कितने पुत्र थे इब्राहिम को इस समय? എന്റെ ചോദ്യം, അബ്രഹാമിന് ഈ സമയത്ത് എത്ര മക്കളുണ്ട്? जरा उंगली दिखा दो तो भी पता चल जाएगा मेरे को. നിങ്ങൾ കൈകൊണ്ട് വിരൽ കൊണ്ടൊന്ന് കാണിച്ചാൽ മതി എത്ര മക്കളുണ്ട്. एक ने उत्तर दिया, मैंने देख लिया. थोड़े लोग परेशान होके बैठे हुए, पता नहीं कितना है. पर मैं एक चीज बताऊं, उसको 2 पुत्र थे. പലരും കൈകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 മക്കളുണ്ടായിരുന്നു. इश्माइल भी था और आइसक भी था. ഇസ്മായേലും ഇസ്ഹാക്കും 2 പേരും ഉണ്ടായിരുന്നു. पर परमेश्वर कहता है तेरा एकलौता पुत्र. എന്നാൽ ദൈവം പറയുകയാണ് നിന്റെ ഏകജാതനായ പുത്രനെ. उसकी एक वजह थी. അതിന്റെ ഒരു കാരണമുണ്ട് പ്രിയമുള്ളവരെ. जो जड़ में पैदा हुआ वो परमेश्वर नहीं पहचानता. നോക്കണമേ, ശരീരത്തിൽ ജനിച്ചതിനെ ദൈവം അറിയുന്നില്ല. जो आत्मा में पैदा हुआ वही परमेश्वर पहचानता है. ആത്മാവിൽ ജനിച്ചതിനെ മാത്രമേ ദൈവം അറിയുന്നുള്ളൂ. ആമേൻ. हम बीच बीच में सुन लेते पर किसी ने दूध दिया हमारे लिए, भविष्यवाणी दी हमारे लिए. ओ परमेश्वर ने तेरे को सेव कहीं में बुलाया है. ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. ചിലര് ദൈവത്തിന്റെ ദൂത് എന്നോട് പറഞ്ഞു, ദൈവം ശരിയായ സമയത്താണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. मैं इसलिए कलीसिया छोड़ के जा रहा हूं अपनी सेवकाई शुरू करने के लिए. അതുകൊണ്ട് ഞാൻ സഭ വിട്ടിട്ട് പോവുകയാണ് എന്റെ സേവകായി തുടങ്ങാൻ വേണ്ടി, എന്റെ ശുശ്രൂഷ തുടങ്ങാൻ വേണ്ടി. जड़ में ना शुरू करना, ശരീരത്തിൽ ആരംഭിക്കരുത്.
आत्मा में जब आपका परमेश्वर का दास जो आपके ऊपर है, जब तक वो उंगली ना दिखाए तब तक आप शुरू ना करें. നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളുടെ മേൽ വിരൽ ചൂണ്ടുന്നിടം വരെ നിങ്ങൾ ഒന്നും ചെയ്യുവാൻ ഇറങ്ങരുത്. आप बोलोगे पास्टर जी आप ये कहां से बोल रहे हो? നിങ്ങൾ ചോദിക്കും പാസ്റ്റർ ഇത് എവിടെ നിന്നാണ് പറയുന്നത്? ഇതൊക്കെ ബൈബിളിലുണ്ടോ പാസ്റ്റർ? ക്യാ പാസ്റ്റർ ये सब कुछ बाइबल में है क्या? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ അപ്പോത്തെ ഒരു ലീഡർ ആയിരുന്നു. യോഹന്നാ बपतिस्मा देने वाला उस जमाने का एक लीडर था. യേശുവെ കൈ ചൂണ്ടി കാണിക്കാതെ യേശു ശുശ്രൂഷ തുടങ്ങിയില്ല. जब तक यीशु के ओर इशारा नहीं दिखाया तब तक यीशु सेवकाई शुरू नहीं किया. जब तक आपके लीडर आपकी तरफ उंगली ना दिखाए शुरू ना करे सेवकाई. നിങ്ങളുടെ ലീഡർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നിടം വരെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യരുത്. क्योंकि हमें क्या अरे किसी ने मेरे ऊपर भविष्यवाणी करी. ചിലര് പറയും അയ്യോ എന്റെ മേൽ പലരും വന്ന് ദൂത് പറഞ്ഞിട്ടുണ്ട്. मेरे को बहुत लोग बुलाते हैं. എനിക്ക് ഒത്തിരി ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. खास करके केरल से लोग बुलाते हैं. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്യും. पास्टर दूध उंडो दूध उंडो दूध उंडो. पास्टर कोई भविष्यवाणी है क्या? भविष्यवाणी है क्या? ये पूछने के लिए. ഞാൻ വളർന്ന നോർത്ത് ഇന്ത്യയില. मैं तो एक बिल्कुल कहना नॉर्थ इंडियन हूँ. കൊറോണ വന്നു കഴിഞ്ഞിട്ടാ മലയാളം പഠിച്ച്. कोरोना आने के बाद में मैं मलयालम सीखा. നിങ്ങൾ വന്ന് ചോദിക്കുന്നത് ദൂത് ഉണ്ടോ ദൂത് ഉണ്ടോ. എന്റെ വീട്ടിൽ എരുമ ഇല്ല, പശു ഇല്ല, ഒന്നും ഇല്ല. എങ്ങനെ ഞാൻ പാല് കൊടുക്കാൻ നോക്കുന്നേ? मेरे घर में तो थोड़ी गाय जैसे कि ना हालेलुया भाई सब रहते, फिर मैं कैसे दूध दे सकते? दूध पूछा ना इसलिए बोला दूध दे सकते. दूध हिंदी പറഞ്ഞു കഴിഞ്ഞാൽ പാല്. दूध എന്ന് പറഞ്ഞ ഹിന്ദി പാലെന്ന അർത്ഥം. നിങ്ങൾ പാലല്ല മീറ്റാ കഴിക്കണ്ടിയേ. आप दूध नहीं है, आप थोड़ा मांस खाना जरूरी है. എനിക്കറിയാം സ്തോത്രവും ഹാലലൂയ എല്ലാം തൊണ്ട പിടിച്ചിരിക്കുകയോ കുഴപ്പമില്ല, ഇച്ചിരി വെള്ളം കുടിച്ചാൽ അത് താഴോട്ട് പോയിക്കോ. आपका स्तोत्र हालेलुया पूरा गला में दब गया, थोड़ा पानी पियो अंदर चला जाएगा. थोड़े लोग मेरे को यहाँ आंख दिखा रहे हैं इसलिए मैं थोड़ा पी लेता हूँ क्योंकि मैं डरू ना आपसे. हालेलुया ചില ആളുകൾ എന്നെ നോക്കുന്നുണ്ട് സൂക്ഷിച്ച്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ ഞാൻ ഇച്ചിരി പേടിച്ചു പോയി. हालेलुया. देखिए हमें ये समझ लेना चाहिए. നമുക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. परमेश्वर वो ही पहचानता है जो आत्माओं में पैदा होता है. ദൈവം ആത്മാവിൽ ജനിച്ചവരെ മാത്രമേ അറിയുന്നുള്ളൂ. ആമേൻ. इसलिए आप जब आराधना करने जाओगे तो कैसे सच्चाई और आत्मा में आराधना करने यीशु मसीह बोलता है. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ആരാധിക്കാൻ പോകുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന്. ആമേൻ. मैं पूछूं आप जब आराधना करने जाते हो कैसे आराधना करने जाते हो? നിങ്ങളിൽ ചിലർ ആരാധിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ആരാധിക്കാൻ പോകുന്നത്? थोड़ी टाइम पहले आराधना चल रही थी. कुछ അല്പസമയങ്ങൾക്ക് മുമ്പേ ആരാധന നടക്കുകയായിരുന്നു. मैंने देखा हुआ लोगों को आराधना में क्या करते हैं. ഞാൻ ശ്രദ്ധിച്ചു ആരാധിക്കുമ്പോൾ ആളുകൾ എന്താ ചെയ്തതെന്ന്. हमने देखा हुआ बाहर वगैरह पुलिस खड़ी हुई है, कोरोना चल रहा है इसलिए पुलिस खड़ी हुई है, देखने के लिए कौन बाहर निकल रहा है. ഹല്ലേലൂയ. നമ്മളൊക്കെ അറിയാം വെളിയിലൊക്കെ കൊറോണ ആയതുകൊണ്ട് പോലീസ് ഒത്തിരി നിൽപ്പുണ്ട്. അപ്പൊ പോലീസ് നിൽക്കുന്നത് കാണാൻ വേണ്ടി ആളുകൾ വെളിയിലിറങ്ങും. पुलिस देख रहा है कि बाहर कोई ना निकले, कोई व्यक्ति ना निकले. പോലീസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക വേറെ ആരും വെളിയിൽ ഇറങ്ങരുതെന്ന്. उसी तरह हम भी जूम में बैठे हुए देखते हुए कौन हाथ उठा रहा है कौन हाथ नहीं उठा रहा, किसने कौन सा कपड़ा पहना कौन सा, हम भी पुलिस जैसे बन गए आजकल. നമ്മൾ ഇന്ന് പോലീസിനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് കൈ വെക്കുന്നുണ്ട്, ആര് ഏത് വസ്ത്രം ഇട്ടേക്കുന്നതെല്ലാം നോക്കി നമ്മൾ പോലീസിനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. अरे आराधना करने आए हो तो सच्चाई में और आत्माओं में आराधना करें. അയ്യോ ആരാധിക്കാൻ വന്നതാണെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. उन्होंने ये रंग का ऐसे बाल किया हुआ, ऐसे कपड़े पहने, वो बिना ध्यान देते हुए परमेश्वर पे अपनी आंखें रख के आराधना करें. ആരേത് വസ്ത്രം ഇട്ടത്, എങ്ങനെയാ മുടി ചെയ്യത്, ഇത് അതിന്റെ കളർ എന്താ, ഇങ്ങനൊക്കെ നോക്കിയിരിക്കാതെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചോണം. उसके बाद तीसरी आयत में लिखा हुआ है. അതിനുശേഷം മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് हाँ जी. अतः अब्राहम सवेरे तड़के उठा और अपने गदहे पर काठी कसकर अपने दो सेवक और अपने पुत्र इसहाक को संग लिया और होम बलि के लिए लकड़ी चीर ली. तब निकलकर उस स्थान की ओर चला
जिसकी चर्चा परमेश्वर ने उससे की थी। आमीन। ആമേൻ. ओके, वहां लिखा हुआ है सुबह उठ के। അവിടെ എഴുതിയിരിക്കുന്നു രാവിലെ എഴുന്നേറ്റു. ये ध्यान से सुनना। ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. पहले तो हम जान गए कि वो हमें परखेगा, हमारे विश्वास को। നാം ആദ്യം കേട്ടു നമ്മുടെ വിശ്വാസത്തെ അവിടുന്ന് പരീക്ഷിക്കുമെന്ന്. दूसरी बात हमने देख लिया कि वो आत्मा में जो चीज पैदा होता है वही पहचानता है। രണ്ടാമത് നമ്മൾ കേട്ടു ആത്മാവിൽ ജനിച്ചതിനെ മാത്രമേ കർത്താവ് അറിയുന്നുള്ളെന്ന്. तीसरी बात, മൂന്നാമത്തെ കാര്യം, जब परमेश्वर आपसे कुछ बोलेगा 3 दिन रुक के करने के लिए नहीं है, जब बोलेगा तभी करने के लिए। ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, അന്ന് തന്നെ അധികാലത്ത് ചെയ്യണം. बहुत सारे विश्वासी लोगों को कुछ बोलो तो वो कहते हैं पास में 3 दिन उपवास लेके कुछ सोचता हूं फिर बताता हूं। ഒത്തിരി ദൈവമക്കളോട് ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയും 3 ദിവസം ഉപവസിച്ച ശേഷം ചെയ്യാമെന്ന്. आपको 3 दिन के लिए रुकने के लिए जरूरत नहीं है, जब परमेश्वर ने बोला है तो तभी करने के लिए तैयार हो जाए। നിങ്ങൾ 3 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യണം. वो सुबह उठ के उसने क्या किया? उसने खुद लकड़ी काटा, उसने खुद गधे को तैयार किया, उसने और किसी को नहीं बोला, खुद किया। അവൻ രാവിലെ എഴുന്നേറ്റിട്ട് വിറകെല്ലാം റെഡിയാക്കി, അവൻ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി, മറ്റാരോടും പറഞ്ഞില്ല, തനിയെ അതെല്ലാം ചെയ്തു. मैं जब छोटा था दिल्ली में रहता था, ഞാൻ ചെറിയ പൈതലായിരുന്നപ്പോൾ ഡൽഹിയിലാണ് താമസിച്ചത്. शाम को खेलने जाते थे, खेल के वापस आके सीधा सोफा में बैठ जाते थे। ഞാൻ വൈകിട്ട് കളിക്കാൻ പോയിട്ട് നേരെ വന്ന് സോഫയിൽ കയറി ഇരിക്കുമായിരുന്നു. सोफा में बैठने के बाद मेरी छोटी बहन थी, उसको बुला के बोलता था, ओ एक बोतल पानी लेके आ। ഞാൻ പിന്നെ സോഫയിൽ കയറി ഇരുന്നിട്ട് എന്റെ ചെറിയ പെങ്ങളോട് പറയുന്നു, ഒരു ബോട്ടിൽ പാനി വെള്ളം കൊണ്ടുവന്നാട്ട്. वो मेरे लिए रोज पानी लेके आती थी। എല്ലാ ദിവസവും എന്റെ പെങ്ങൾ എനിക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരുമായിരുന്നു. एक दिन उसको गुस्सा आया, ഒരു ദിവസം എന്റെ പെങ്ങൾക്ക് വലിയ ദേഷ്യം വന്നു. नौकर की तरह रोज भगाता ये मेरे को। വേലക്കാരനെ പോലെ എന്നും എന്നെ ഇട്ട് ഓടിക്കുകയാണ്. उसने बोला अगर तेरे को पानी चाहिए तो सीधा चल, लेफ्ट मुड़, फिर थोड़ा सीधा चल, फिर राइट मुड़, वहां फ्रिज है, फ्रिज खोल, पानी पी, जितना चाहिए बोतल भर के वापस रख के वैसे ही वापस चल के आके बैठ जा। എന്നോട് പെങ്ങൾ പറഞ്ഞു, നിനക്ക് തന്നെ വെള്ളം വേണമെങ്കിൽ നീ എഴുന്നേക്ക്, ലെഫ്റ്റിലോട്ട് തിരി, പിന്നെ മുന്നോട്ട് പോയി, പിന്നെ റൈറ്റ് എടുക്ക്, എന്നിട്ട് ഫ്രിഡ്ജ് അവിടെ ഉണ്ട്, ഫ്രിഡ്ജ് തുറന്ന് നിനക്ക് പാനി വേണ്ടത് എടുത്തോണ്ട് വന്നിട്ട് അവിടെ വന്നിരുന്ന് കുടിച്ചോണം. आपकी आशीष के लिए आपको करना पड़ेगा, दूसरे और किसी को नहीं। നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങൾ ചെയ്യണം, മറ്റാരെങ്കിലും അല്ല. ആമേൻ. हम बहुत बार दूसरों पे निर्भर करते हैं, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നവരാണ്. पर परमेश्वर चाहता है कि हम खुद करें। എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ തനിയെ ചെയ്യണം. देखिए, हम दूसरों के पास जाते, पास्टर जी मेरे लिए प्रार्थना करो। നമ്മൾ മറ്റുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് പറയും, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. आप मेरे को और मेरे को ध्यान से देखोगे, मेरे में और मेरे पिताजी में थोड़ा सा अंतर है। നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഞാനും എന്റെ പിതാവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ. आपको मेरे को नहीं पता आपको दिख रहा है कि नहीं। ഹല്ലേലൂയ. എനിക്കറിയില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്ന്. सर पे थोड़े बाल एक्स्ट्रा है। എന്റെ തലയിൽ കുറെ മുടി എക്സ്ട്രാ ഉണ്ട്. वो पता क्यों? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? क्योंकि मैं हर पासबान के सामने जाके सर नहीं रखता। ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാ പാസ്റ്റർമാരുടെ മുന്നിൽ പോയി തല കുനിക്കത്തില്ല. सारे पासबानों के सामने जब सर रखोगे वो बाल खींच लेंगे। എല്ലാ പാസ്റ്റർമാരുടെ മുന്നിൽ പോയി തല കുനിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ മുടി പിടിച്ച് വലിക്കും. अरे खुद भी तो प्रार्थना करने सीखो। തന്നെത്താൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ. अरे खुद भी तो वचन पढ़ना सीखो। തനിയെ വചനം പഠിക്കാൻ വായിക്കാൻ പഠിക്കട്ടെ. कितना पढ़ते हो बाइबल? നിങ്ങൾ എത്രയും വേദപുസ്തകം വായിക്കുന്നവരാണ്? आप जो लोग मेरे डैडी का हेयर स्टाइल फॉलो करते हो, നിങ്ങളിൽ എന്റെ ഡാഡിയുടെ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? मेरे को पता है वो डैडी कहते हैं कि लेटेस्ट हेयर स्टाइल है। ഡാഡി എപ്പോഴും പറയുന്നത് ലേറ്റസ്റ്റ് ഹെയർ സ്റ്റൈൽ ആണെന്ന് പറയും. उसमें ना कंघी ना शैम्पू की जरूरत पड़ती है। അതിന് പിന്നെ ചീപ്പിന്റെ ആവശ്യമില്ല, ഷാമ്പൂവിന്റെ ആവശ്യമില്ല. वो अलग बात है। അത് വേറെ കാര്യമാ.
ये मेरा विश्वास है कि आप खुद प्रार्थना करने सीखोगे छुटकारा के लिए। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുവാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. ആമേൻ. देखिए अब्राहम ने खुद तैयार किया, നോക്കണമേ, അബ്രഹാം തന്നെത്താൻ തയ്യാറായി. फिर वो एक सफर में था। പിന്നെ അവനൊരു യാത്രയിലായിരുന്നു. हमारी ये जिंदगी एक सफर है। നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് പ്രിയമുള്ളവരെ. कोई 20 साल 21 साल पहले एक नया गाना निकला था, 4 दिन की जिंदगी है। 10-20 വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു പാട്ട് ആരോ എഴുതിയായിരുന്നു. 4 ദിവസത്തെ ജീവിതമാണ് ഈ ജീവിതം. ये जिंदगी जो हमारी सफर है, हमारा विश्वास इसमें कम नहीं होना चाहिए। ഈ യാത്രയിൽ നമ്മുടെ വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകരുത്. 5वें आयत में वो कहता है, इब्राहिम कहता है वहां, 5ാമത്തെ വാക്യത്തിൽ അബ്രഹാം ഇപ്രകാരം പറയുന്നു, अपने दासों को देखने के बाद 3 दिन के सफर के बाद, അവന്റെ ദാസന്മാരുമായിട്ട് 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം, ये 3 दिन अगर मैं सिर्फ ये 3 दिन का अगर शब्द उठाऊं तो मैं 1 घंटा आराम से इसमें प्रचार कर सकता ഈ हूं। 3 ദിവസം എന്നുള്ള ഒറ്റ വാക്ക് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 1 മണിക്കൂർ അതിൽ നിന്ന് വചനം പറയാനുള്ളതുണ്ട്. 3 दिन बाद एस्तर रानी बनी। 3 ദിവസത്തിന് ശേഷമാണ് എസ്തർ റാണിയായി തീർന്നത്. 3 दिन बाद जोना बाहर आया। 3 ദിവസത്തിന് ശേഷമാണ് യോന വെളി വന്നത്. सबसे बड़ा चमत्कार, यीशु मसीह मुर्दों में से जी उठा 3रे दिन। ഏറ്റവും വലിയ അത്ഭുതം, യേശു കർത്താവ് മരണത്തിൽ നിന്ന് പുറത്തു വന്നത് 3ാമത്തെ ദിവസമാണ്. ये 3रा दिन अभिषेक एक खास अभिषेक है। ഈ 3ാമത്തെ ദിവസം ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ ദിവസമാണ്. ये 3रे दिन आने के बाद उसने अपने नौकरों अपने दासों से बोला, ആ 3ാമത്തെ ദിവസം എത്തിയപ്പോൾ അവൻ അവന്റെ ദാസന്മാരോട് പറഞ്ഞു, ओ गधे और आप यहीं रो, मैं और बेटा जाके आराधना करके वापस आएंगे। കഴുകയും നിങ്ങളും ഇവിടെ നിന്നാട്ട് ഞാനും ബാലനും പോയി യാഗം കഴിച്ചു മടങ്ങി വരാം. मेरा सवाल है, इब्राहिम ये गधे और ये दास को क्यों नहीं साथ लेके जा रहे? എന്റെ ചോദ്യം, അബ്രഹാമെ ഈ കഴുതയെയും ഈ ദാസന്മാരെയും എന്താ കൂടെ കൊണ്ടുപോകാത്തത്? इब्राहिम का उत्तर ये होगा, मैं आराधना करने जा रहा हूं, कोई कोई चीज को आराधना में लेके नहीं जा सकता। അബ്രഹാമിന്റെ മറുപടി പ്രകാരമായിരിക്കും, ഞാൻ ആരാധിക്കാനാ പോകുന്നത്, ചില സാധനങ്ങൾ ആരാധനയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. गधा एक जानवर है। കഴുത ഒരു മൃഗമാണ്. The Bible says the mind is like a beast. ഹല്ലേലൂയ. അതിന്റെ മനസ്സ് Is carnal in nature. Our mind is carnal in nature. അതിന്റെ മനസ്സ് നമ്മുടെ മനസ്സ് ഹല്ലേലൂയ ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉള്ളതുപോലെ ഒരു ശാരീരികമായ സ്വഭാവം ഉള്ളതാണ്. കാർണലായിട്ടുള്ള We സ്വഭാവം. are carnal. നാം ശാരീരിക സ്വഭാവം ഉള്ളവരാണ്. हम जड़ में करते हैं सब कुछ. നമ്മളെല്ലാം ജഡത്തിലാണ് ചെയ്യുന്നത്. जैसे मैं 2-3 हफ्ते पहले 2-3 ആഴ്ചകൾക്ക് മുമ്പ് मैं किसी के घर गया. ഞാൻ ഒരാളുടെ വീട്ടിൽ പോകുവാനിടയായി തീർന്നു. एक चिट्ठी डालने के लिए. ഒരു കത്ത് കൊടുക്കുവാൻ വേണ്ടി. दरवाजे के पीछे एक कुत्ता था. അതിന്റെ വാതിൽ കതകിന്റെ പുറകിൽ ഒരു പട്ടി നിൽപ്പുണ്ടായിരുന്നു. वो कुत्ते ने मेरे हाथ को काट लिया. ആ പട്ടി എന്റെ കയ്യെ കടിക്കുവാനിടയായി തീർന്നു. मेरा हाथ बहुत बुरी तरह कट गया था, ऊपर से नीचे तक. എന്റെ കയ്യെ വളരെ വല്ലാതെ മുറിവുണ്ടാകുവാനിടയായി തീർന്നു. इसीलिए जब आराधना के लिए जाते हो, ये काटने वाले स्वभाव के साथ नहीं जा सकते. അതുകൊണ്ട് ആരാധനയ്ക്ക് പോകുമ്പോൾ ഈ കടിക്കുന്ന തരത്തിലുള്ള സ്വഭാവം കൊണ്ട് പോകരുത്. ये जानवर के स्वभाव के साथ नहीं जा सकते. ഈ മൃഗത്തിന്റെ സ്വഭാവം കൊണ്ട് നാം പോകുവാൻ പാടില്ല. ये दास के स्वभाव के साथ नहीं जा सकते. ഈ ദാസന്റെ സ്വഭാവം കൊണ്ട് പോകാൻ പാടില്ല. आपके घर में अगर नौकर है तो നിങ്ങളുടെ വീട്ടിൽ വേലക്കാരുണ്ടെങ്കിൽ जब आप खाना खाते हैं നിങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോൾ वो हंस के दिखाते हैं. അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. जब उनको वापस खाना मिलता है, അവന് പിന്നെയും ഭക്ഷണം കിട്ടുമ്പോൾ आपने तो मुर्गा अच्छी तरह खा लिया, നിങ്ങൾ നല്ലവണ്ണം ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞു, अब रह गया है सिर्फ हड्डी. ഇപ്പോ പിന്നെ എല്ല് മാത്രമാണ് ബാക്കിയുള്ളത്.
वो उसको देख के बोलते हाँ खाली अच्छी तरह, पर आपके सामने हाँ हाँ मेम साहब मैं ठीक हूं. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. हृदय में और दिल में और कुछ है. എന്നാൽ ഹൃദയത്തിൽ അകത്തിരിക്കുന്നത് വേറെ ചില ചിന്തയാണ്. तो परमेश्वर कह रहा है एक गलत दिल के साथ आराधना करने नहीं आ सकते. അങ്ങനെയുള്ള ഒരു മനസ്സുകൊണ്ട് ആരാധിക്കാൻ വരത്തില്ലെന്നാണ് ദൈവം പറയുന്നത്. चुगली काटने वाले स्वभाव के साथ आराधना नहीं कर सकते. ഹല്ലേലൂയ. അങ്ങനെ പരദൂഷണം പറയുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ വെക്കുന്ന സ്വഭാവത്തോടു കൂടെ നമുക്ക് ആരാധിക്കാൻ വരാൻ പറ്റത്തില്ല. वो जानता था वो परमेश्वर, जीवित परमेश्वर की आराधना करने जा रहा है, तो इसलिए वो कहता आप यहीं रहो, मैं और मेरा बेटा आराधना करके वापस आएंगे. അവൻ അറിയാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ, ഞാനും എന്റെ മകനും ആരാധനയ്ക്ക് പോകുകയാണ്. जब आप सच्चे मन के साथ, सच्चे हृदय के साथ आराधना करने जाओगे, നിങ്ങൾ ശരിയായ മനസ്സോടും ഹൃദയത്തോടും കൂടെ നിങ്ങൾ ആരാധിക്കുവാൻ വേണ്ടി പോകുമ്പോൾ विश्वास करें कि आपकी जिंदगी में आप चमत्कार जरूर देखोगे. വിശ്വസിച്ചാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം നിശ്ചയമായിട്ട് കാണാൻ പോകുക. इसलिए अब्राहम कहता है അതുകൊണ്ട് അബ്രഹാം പറയുകയാണ്, സ്തോത്രം, हम दोनों जाके आराधना करके दोनों वापस आएंगे. നമ്മൾ ആരാധിക്കാൻ പോയിട്ട് നമ്മൾ രണ്ടുപേരും മടങ്ങി വരും. अब्राहम तेरे से तो परमेश्वर ने बोला इस अपने बेटे को बलि चढ़ाने के लिए. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുള്ളത് ഈ മകനെ ബലി കഴിക്കുവാനാണ്. अब्राहम कह रहा है मैं सच्चे हृदय और सच्चे मन के साथ आराधना करने जा रहा हूं, इसलिए मैं जानता हूं क्योंकि ये एक जड़ में पैदा हुआ बच्चा नहीं है, ये एक अभिषेक, ये एक आत्माओं में पैदा हुआ बच्चा है, ये जरूर मेरे साथ वापस आएगा क्योंकि ये परमेश्वर का वरदान है, परमेश्वर की दान है मेरी जिंदगी में. അബ്രഹാമിന് അറിയാം ഈ മകനെ ബലി കഴിക്കാൻ പോവുകയാണ്, എന്നാൽ ഇവൻ ഒരു സാധാരണ മകനല്ല, ഇവൻ ജഡത്തിൽ പിറന്നവനല്ല, ഇവൻ ആത്മാവിനാൽ പ്രത്യേക അഭിഷേകത്തോട് ആത്മാവിനാൽ പിറന്നവനാണ്, അതുകൊണ്ട് ഇവനുമായി തന്നെ മടങ്ങി വരുമെന്ന് ഒരു വലിയ ഉറപ്പ് അബ്രഹാമിനുണ്ട്. वो विश्वास के शब्द बोलने लगा. അബ്രഹാം വിശ്വാസത്തിന്റെ ശബ്ദം പറയുകയാണ്. ആമേൻ. आप कैसे शब्द बोल रहे हो? നിങ്ങൾ എപ്രകാരമുള്ള വാക്കുകളാണ് പറയുന്നത്? जब आप आराधना में जाते हो कैसे शब्द आपके मुंह से निकलते हैं? നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയുള്ള ശബ്ദമാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്? आराधना में आपको उत्तर देना शुरू कर देना चाहिए. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ തുടങ്ങണം. ओ मैं चंगा होऊंगा, ഞാൻ സൗഖ്യം പ്രാപിക്കും, मैं छुटकारा देखूंगा. ഞാൻ വിടുതൽ കാണും. बर्तमाई की जिंदगी में आप देखोगे तो ബർത്തിമായുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ कल मैंने बताया उसके गाने में भी बदलावट आया. ഇന്നലെ ഞാൻ പറഞ്ഞവന്റെ പാട്ടിൽ പോലും വ്യത്യാസമുണ്ടായി. अगर आपका मन और आपका हृदय सच है तो, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം സത്യമുള്ളതാണെങ്കിൽ, कोई कपट नहीं है तो, അകത്ത് കാപട്യം ഇല്ലെങ്കിൽ, मैं विश्वास करता हूं ഞാൻ വിശ്വസിക്കുന്നു, जब आप आराधना करोगे നിങ്ങൾ ആരാധിക്കുമ്പോൾ आपको कोई नाश नहीं होगा. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. आपकी जिंदगी में एक चीज भी नुकसान नहीं होगा. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകത്തില്ല. क्योंकि मेरा परमेश्वर बढ़ोतरी का परमेश्वर है. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം ഉയർച്ച തരുന്ന ദൈവമാണ്. वो और इसहाक दोनों मिलकर चढ़ने लगे पर्वत की तरफ. ഇവര് രണ്ടുപേരും ഇസ്ഹാക്കും കൂടി അവർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. अगर आप छठी आयत में ध्यान से देखोगे तो, നിങ്ങൾ ആറാമത്തെ വാക്യം ശ്രദ്ധയോടുകൂടെ നോക്കിയാൽ, and they walked together. അവർ ഒന്നിച്ച് നടന്നപ്പോൾ, दोनों इकट्ठे चल के जा रहे हैं. അവർ ഒന്നിച്ച് നടക്കുകയാണ്. आप लोगों ने कोई अपचन लोगों को या कोई बुजुर्ग को देखा हुआ है क्या? നിങ്ങൾ പ്രായമുള്ള ആരെങ്കിലും ആളുകളെ കണ്ടിട്ടുണ്ടോ? वो अगर वो 90 साल के ऊपर है तो 90 വയസ്സിൽ കൂടുതലുള്ള ആളാണെങ്കിൽ, गलती से भी मेरे पिताजी को आप बूढ़े हो गए हो नहीं बोलना प्लीज. आपकी सेहत के लिए अच्छा नहीं होगा. ഹല്ലേലൂയ. അബദ്ധം പറ്റിപ്പോലും എന്റെ പിതാവിനോട് പ്രായമായെന്ന് പറയല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല. मेरे पिताजी विश्वास करते हैं वो अभी भी जवान है. എന്റെ പിതാവ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴും ദേവദാസന് യങ് ആണെന്നാണ്. एक बुजुर्ग और एक जवान व्यक्ति जब चलते हैं उनमें चलने में थोड़ा अंतर हो जाता है. ഒരു പ്രായമുള്ള വ്യക്തിയും ഒരു ചെറുപ്പക്കാരനും നടക്കുമ്പോൾ അതിന്റെ വലിയ വ്യത്യാസമുണ്ട്.
आजकल के तो जवान भी बूढ़ों जैसे चलते हैं। എന്നാൽ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരും പ്രായമുള്ളവരെ പോലെ നടക്കുന്നത്. हेलो, मैं सच बोल रहा हूं ना? ഞാൻ സത്യം പറയുകയാണോ? खास करके जब चर्च जाना होता है, हम बूढ़ों जैसे अपने पाँव को घसीट घसीट के चलते हैं। നാം പ്രത്യേകിച്ച് സഭായോഗത്തിന് പോകുമ്പോൾ നമ്മുടെ പാദങ്ങളെ വളരെ പതിയെ പതിയാണ് നടക്കുന്നത്, നിരങ്ങി നിരങ്ങി. देखिए ये अब्राहम पिताजी इतने आयु होने के बाद भी और बेटा दोनों मिलके चल रहे थे। അബ്രഹാം ഇത്രയും പ്രായമായ ശേഷം അബ്രഹാമും മകനും കൂടെ ഒന്നിച്ച് നടക്കുന്നു. ആമേൻ. बेटा आगे नहीं दौड़ा, ഈ മകൻ മുന്നിൽ കയറി ഓടിയില്ല. ആമേൻ. आपके जो स्पिरिचुअल पिताजी हैं, നിങ്ങളുടെ ആത്മിക പിതാവ് ഉണ്ടല്ലോ, उनसे आगे दौड़ने की कोशिश ना करें। നിങ്ങളുടെ ആത്മിക പിതാവിന്റെ മുന്നിൽ ഓടുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. एक जोर से एक आमीन बोल दो। എല്ലാവരും ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. मेरे को पता है मुश्किल है, എനിക്കറിയാം ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. मेरे पास्टर जी जो कर रहे हैं उससे ज्यादा मैं करूंगा। എന്റെ പാസ്റ്റർ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ ചെയ്യും. आप करोगे, നിങ്ങൾ നിശ്ചയമായിട്ട് ചെയ്യും. पर जब उनके साथ चल रहे हो कंपटीशन नहीं है। എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യരുത്. मेरे पासबान എന്റെ പാസ്റ്റർ अभी भी मेरे पासबान है। എന്റെ പാസ്റ്ററാണ് ഇപ്പോഴും. वो छोटे से गांव में पास्टर है इंडिया में। ഹല്ലേലൂയ. ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ പാസ്റ്ററാണ് അദ്ദേഹം ഇന്ന്. मेरे पास्टर बदले नहीं। എന്റെ പാസ്റ്റർ മാറിയില്ല, ഇന്നും അദ്ദേഹമാണ് എന്റെ പാസ്റ്റർ. कभी कभी हमारे आपस में बात हुई है, ഇന്നും ഇടയ്ക്കൊക്കെ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കും. पर जब बातचीत होती ये नहीं कहता मैं दिखाता हूं मैं कौन हूं। ഞാൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും പറയത്തില്ല ഞാൻ കാണിക്കാൻ ഞാൻ ആരാണെന്നുള്ളത്. मैं तो इंटरनेशनल प्रीचर हूं। ഞാൻ ഇന്റർനാഷണൽ പ്രീച്ചറാണ്. अपने पिताजी को भूल ना जाना। ഹല്ലേലൂയ. നമ്മുടെ പിതാവിനെ ഒരിക്കലും മറക്കുവാനിടയാകരുത്. आपके पिताजी के कारण आप हो जहां हो अभी। അല്ല, നിങ്ങളുടെ പിതാവ് നിമിത്തമാണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ലെവലിൽ എത്തിയത്. अगर आप उनकी आशीष चाहते हो और उनसे आगे जाना, उनके साथ चलते रहो और उन्हें आदर देते रहो। നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കടന്നു പോകണമെന്ന് ഉയരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുക, അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക, അദ്ദേഹത്തെ ബഹുമാനിക്കുക. कल शाम को मेरे पिताजी ने मेरे को एक मैसेज भेजा। ഇന്നലെ വൈകിട്ട് എന്റെ പിതാവ് എനിക്കൊരു മെസ്സേജ് അയച്ചു. मैं सारे बच्चों के लिए प्रार्थना करना चाहता हूं, जो जो चाहता है मेरे को एक उत्तर दे दो, मैं आपके लिए मैसेज में प्रार्थना करके भेजूंगा। എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്താണ്? എനിക്ക് മറുപടി ഇതാ, ഞാൻ എല്ലാവർക്കും മെസ്സേജിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. उन्होंने बोला मैं बच्चों के लिए कर रहा हूं। എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. मैंने वापस जवाब दिया। ഞാൻ ഉത്തരം കൊടുത്തു. मैंने बोला डैडी, ഞാൻ പറഞ്ഞു, ഡാഡി, मैं तो एक विशाल आशीष चाहने वाला एक व्यक्ति हूं। ഞാനൊരു വലിയ വിശാലമാകുന്ന അനുഗ്രഹം പ്രാപിക്കേണ്ട വ്യക്തിയാണ്. तो सिर्फ मेरे लिए प्रार्थना करके कोई फायदा नहीं है। അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. अगर आप प्रार्थना कर रहे हो तो ढंग की प्रार्थना करो, मेरे लिए, मेरी बीवी के लिए, मेरे दोनों बच्चों के लिए। അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക് വേണ്ടി, എന്റെ വൈഫിന് വേണ്ടി, എന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. सिर्फ आपके बेटे के लिए नहीं। നിങ്ങൾ മകന് വേണ്ടി മാത്രമല്ല. अरे मांग रहे हो तो अच्छी तरह मांगो। ചോദിക്കുകയാണെങ്കിൽ നല്ലവണ്ണം ചോദിച്ചാട്ടെ. आप थोड़ा सा क्यों मांगते हो? നിങ്ങൾ എന്തിനാണ് അല്പം മാത്രം ചോദിക്കുന്നത്? ब्रदर जी ये थोड़ा सा कुछ खा लो। ഹല്ലേലൂയ. ബ്രദറെ, ഇത് അല്പം ഒന്ന് കഴിച്ചാട്ടെ. अरे खाना है तो अच्छी तरह खा लो। കഴിക്കുവാന്ന് നല്ലവണ്ണം കഴിച്ചാട്ടെന്നേ. आशीष ले रहे हो तो अच्छी तरह ले लो। അനുഗ്രഹം പ്രാപിക്കുകയാണെങ്കിൽ നല്ലവണ്ണം പ്രാപിച്ചാട്ടെന്നേ. मैं अपने पिताजी को क्यों नहीं छोड़ के जा रहा? ഞാൻ എന്തുകൊണ്ടാണ് എന്റെ പിതാവിനെ വിട്ട് പോകാത്തത്? क्योंकि मेरे को पता है मेरी जिंदगी में आशीष उनके कारण आएगा। എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം എന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് പിതാവിലൂടെയാണ്. I'm talking to the young people now. ഞാൻ ചെറുപ്പക്കാരോടാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ആമേൻ. कभी कभी हम भूल जाते हैं अपने पिताओं को, നാം ചിലപ്പോഴൊക്കെ നമ്മുടെ പിതാവിനെ മറന്നു പോകുന്നു. अपने स्पिरिचुअल पिताओं को हम भूल जाते हैं। അപ്പൊ നമ്മുടെ ആത്മിക പിതാക്കന്മാരെ നാം മറന്നു പോകുന്നു. ആമേൻ. थोड़े दिन पहले मैंने एक पासवान से पूछा आपके स्पिरिचुअल फादर कौन है? ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളുടെ ആത്മിക പിതാവ് ആരാണ്? वो नाम नहीं बताना चाहते थे। അദ്ദേഹം പേര് പറയുവാൻ ആഗ്രഹിച്ചില്ല.
क्यों शर्माते हो? എന്തുകൊണ്ടാണ് നാണിക്കുന്നത്? मैं आपसे एक सवाल पूछूं? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. आप में से कौन है जिसने पाप नहीं किया? നിങ്ങളിൽ ആരാണ് പാപം ചെയ്യാത്തവർ? आप में से कौन है जिसने गलती नहीं किया? നിങ്ങളിൽ ആരാണ് ഒരു തെറ്റും ചെയ്യാത്തവർ? हम सब करते हैं, നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. पर परमेश्वर का लहू हमें धोता है। എന്നാൽ യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. हमारे स्पिरिचुअल पिता गलती करेंगे, നമ്മുടെ ആത്മീയ പിതാവ് തെറ്റുകൾ ചെയ്യും. पर हम उनके लिए प्रार्थना करेंगे, उन्हें माफ करते हुए उन्हें उनके लिए प्रार्थना करेंगे। നാം അദ്ദേഹത്തോട് ക്ഷമിക്കും, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. इसहाक अब्राहम के साथ चला, ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചേർന്ന് നടന്നു. चलते समय उसको एक सवाल आया, നടക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം അവന്റെ അടുക്കലെത്തി. पिताजी പിതാവേ, लकड़ी है, आग है, വിറകുണ്ട്, തീയുണ്ട്. लड़की नहीं, लकड़ी है और आग है। ലടുക്കിയല്ല, ലക്കടിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്. आजकल हमारा ध्यान और कहीं रहता है। ഇന്നത്തെ കാലത്ത് നമ്മുടെ ചിന്ത മറ്റു പലയിടത്തുമാണ് പോകുന്നത്. हेलो, ഹലോ, ധന്യവാദ് ഈശു. आराधना जब करने आते हो, आराधना के चीजों पे ध्यान रहे और कहीं ध्यान ना रहे। ആരാധിക്കാൻ പോകുമ്പോൾ ആരാധനയിലല്ല നമ്മുടെ ശ്രദ്ധ, മറ്റു പലയിടത്തുമാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. इसने बोला लकड़ी है और आग है, पर वेयर इज द लैम्प? भेड़ कहाँ है? ഹല്ലേലൂയ. അവൻ പറഞ്ഞു, തീയുണ്ട്, വിറകുണ്ട്, ആടെവിടെ? अब्राहम का उत्तर देखा, അബ്രഹാമിന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ? ഓ ഹല്ലേലൂയ. God will provide. ദൈവം കരുതിക്കൊള്ളും. ആമേൻ. സ്തോത്രം. परमेश्वर देगा। ദൈവം നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ. आज मैं आपके इस जिंदगी के सफर में आपसे पूछता हूं, ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ ജീവിത യാത്രയിൽ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. आपके अंदर इतना विश्वास है कि आप बोल सकते हैं कि परमेश्वर देगा? നിങ്ങളുടെ അകത്ത് ഇത്രയും വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കർത്താവ് കരുതിക്കൊള്ളുമെന്ന്? ആമേൻ. शायद डर बोलेगा नहीं होगा, അല്ല, നിങ്ങളുടെ ഭയം ഒരുപക്ഷെ പറയും ഇത് സംഭവിക്കത്തില്ലെന്ന്. पर उसको चुप करा के बोलने के लिए तैयार हो जाएगा, परमेश्वर देगा। നിങ്ങളുടെ ഭയത്തെ നിശബ്ദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവം കരുതിക്കൊള്ളുമെന്ന്? वो ऊपर चढ़े, पर्वत के ऊपर चढ़े। അവൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. ये पहाड़ का नाम क्या था? ഈ പർവ്വതത്തിന്റെ പേരെന്തായിരുന്നു? अगर आप ध्यान से देखोगे तो നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ दूसरे आयत में इस पर्वत का नाम दिया गया है, രണ്ടാമത്തെ വാക്യത്തിൽ ഈ പർവ്വതത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, मोरिया। മോറിയ. मोरिया का मतलब क्या है? മോറിയ എന്നതിന്റെ അർത്ഥം എന്താണ്? टीचिंग प्लेस, सिखाने की जगह। അതിന്റെ അർത്ഥം പഠിപ്പിക്കുന്ന സ്ഥലം എന്നാണ്. परमेश्वर कह रहा तू मेरे साथ सफर कर, मैं तुझे कुछ सिखाना चाहता हूं। ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ എന്നോട് കൂടെ നടക്ക, ഞാൻ നിന്നെ ചിലത് പഠിപ്പിക്കാൻ പോകുക. ആമേൻ. कितने लोगों ने पर्वत या पहाड़ के ऊपर चढ़ने की कोशिश करी हुई है? നിങ്ങളിൽ എത്ര പേർ മലയുടെ മുകളിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്? अरे चढ़ना आसान नहीं है। അതങ്ങനെ കയറുക എളുപ്പമല്ല. हमें थोड़ी थकावट होगी, നമുക്ക് അല്പം ഹല്ലേലൂയ ക്ഷീണമൊക്കെ തോന്നും. पर आप बिना थके, बिना उस थकावट पे ध्यान देते हुए पहाड़ पे चढ़ते रहिए, क्योंकि परमेश्वर आपको कुछ दिखाना और कुछ पढ़ाना चाहता है। നിങ്ങൾ ഒരിക്കലും ക്ഷീണം കൂടാതെ അതിൽ കയറിക്കൊണ്ടിരിക്കുക, മലമുകളിൽ കയറിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് അവിടെ ചിലത് കാണിക്കാൻ പോകുക. वहां 9वीं आयत में लिखा हुआ है, 9-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. ആമേൻ. Abraham built an altar there and arranged this wood on it. അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ അവൻ ആ ബലിപീഠത്തെ തയ്യാർ ചെയ്തു, വിറക് അടുക്കി. उसने एक ऑल्टर बनाया पत्थर के साथ। അവൻ കല്ലുകൊണ്ട് ഒരു ബലിപീഠം പണിതു. जब ऑल्टर पत्थर के साथ बोला जाता वो दर्शाता है ഹല്ലേലൂയ. യാഗപീഠം കല്ലുകൊണ്ട് പണിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം सच्चा आराधना। സത്യത്തിലുള്ള ആരാധന. ആമേൻ. उस पत्थर के ऊपर क्या लकड़ी डाला गया? ആ കല്ലിന്റെ മുകളിൽ വിറക് വെക്കുവാനിടയായി തീർന്നു.
ये लकड़ी क्या दर्शाता है? ഈ വിറക് എന്തിനെയാണ് കാണിക്കുന്നത്? जहां जहां सच्ची आराधना है, എവിടെയാണോ സത്യത്തിലുള്ള ആരാധന ഉള്ളത് वहां ये लकड़ी दिखाई देगी। क्रूस एक लकड़ी से बनाया गया था। നോക്കണമേ, കുരിശ്, ക്രോസ് ഒരു മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Wherever there is true worship, there is the true cross of Jesus Christ. എവിടെയൊക്കെ സത്യത്തിലുള്ള ആരാധനയുണ്ടോ അവിടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ. जहां क्रूस होगा वहां उस पे बलि चढ़ेगा। എവിടെ ക്രൂശുണ്ടോ അവിടെ ബലിയുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ. मैं आपसे एक सवाल पूछूं, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. इसहाक को पिताजी बांध रहे हैं, ഇസ്ഹാക്കിനെ പിതാവ് ബന്ധിക്കുകയാണ് बलि चढ़ाने के लिए। ബലി കൊടുക്കുവാൻ വേണ്ടി. अगर आप वो व्यक्ति होते इसहाक के जगह, നിങ്ങൾ ഇസ്ഹാക്കിന്റെ സ്ഥാനത്താണെങ്കിൽ आप कैसे व्यवहार करते? നിങ്ങൾ എങ്ങനെ നിങ്ങൾ പ്രതികരിക്കും? धक्का मार के बोलते आप बूढ़ा पकड़ के दिखा मेरे को, अब हैं भाग लेते। ഹല്ലേലൂയ. നമ്മൾ ഓടിയിട്ട് പറയും വല്യപ്പ എന്നെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കാൻ പറയും. इसहाक हिला नहीं, ഇസ്ഹാക്ക് ചലിച്ചില്ല, वो तैयार था। അവൻ തയ്യാറായിരുന്നു. हमारी जिंदगी में जो परमेश्वर चाहता है, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് हम वो त्यागने के लिए तैयार है कि नहीं? सवाल मेरा ये है आपसे। എന്റെ ഒരു ചോദ്യം ഇതാണ്, അത് നമ്മൾ തള്ളിക്കളവാൻ ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? मुश्किल होगा, ബുദ്ധിമുട്ടായിരിക്കാം, कठिनाई आएंगी। വലിയ പ്രശ്നങ്ങൾ വരാം. मैं कहानी पे कहानी बता सकता हूं इनमें। ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ कैन यू रिपीट? इन एक एक पॉइंट के साथ मैं कहानी बता सकता हूं, ഞാൻ ഓരോ പോയിന്റ് പറഞ്ഞ് കഥ പറയാനല്ല പോകുന്നത്. क्योंकि मैं चाहता हूं कि आपको पूरा वचन मिले, इसलिए मैं बिना टाइम लिए हुए मैं दिखाना चाहता हूं। അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി തരണം. അതുകൊണ്ട് വേഗത്തിൽ പോയിന്റ് പറയാൻ മുന്നോട്ട് പോവുകയാണ്. जहां सच्ची आराधना है वहां क्रॉस है, वहां जहां क्रॉस है वहां बलि के लिए तैयार हो जाना चाहिए हमें। എവിടെയാണോ സത്യത്തിലുള്ള ആരാധന ഉള്ളത് അവിടെ ക്രൂശ് ഉണ്ട്. അതുകൊണ്ട് യാഗത്തിന് തയ്യാറായി അവിടെ ചെല്ലണം. कितने लोग वो गाना जाते, सब कुछ देता हूं, सब कुछ देता हूं। कितने लोग वो गाना जानते हैं? എത്ര പേർക്ക് ആ പാട്ട് അറിയാം? സർവവും നൽകുന്നു എന്നുള്ള പാട്ട് कोई नहीं जानता क्या? ആർക്കും അറിയില്ലയോ? जानते तो हाथ दिखा दोगे तो पता चल അറിയാമെങ്കിൽ കൈ കാണിച്ചാട്ടെന്ന്. ഹല്ലേലൂയ. मेरे को पता है आप लोग डर के मारे बैठे हुए, पास्टर जी अगला आप क्या बोलने वाले हो। അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ പേടിച്ചിരിക്കുക, പാസ്റ്റർ ഇനി എന്താ പറയാൻ പോകുന്നത്. सब कुछ देता हूं, क्या अपना बटुआ पूरा देने के लिए तैयार हो क्या? സബ് കുച്ച് ദേത്താ എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പേഴ്സ് മുഴുവൻ കൊടുക്കാവുന്നതാണോ? और आप अगर आपसे परमेश्वर आपकी गाड़ी मांगे, आप देने के लिए तैयार हो क्या? നിങ്ങളുടെ വണ്ടി ദൈവം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുമോ? मैं इस देश में आके परमेश्वर की दया से मेरे को 15 गाड़ियां मिली हुई है। ഈ ദേശത്ത് ഇംഗ്ലണ്ടിൽ വന്ന ശേഷം എനിക്ക് 15 വാഹനങ്ങൾ എന്റെ പക്കൽ വന്നു. सब कुछ दे दिया मैंने, ഞാൻ എല്ലാം കൊടുക്കുവാനിടയായി തീർന്നു. सब कुछ मैंने दे दिया। എല്ലാം ഞാൻ കൊടുക്കുവാനിടയായി തീർന്നു. क्यों? എന്തുകൊണ്ട്? क्योंकि मैं विश्वास करता हूं अगर मैं बलि चढ़ने के लिए तैयार हूं तो अपने साथ ये उठा के स्वर्ग में नहीं लेके जाऊंगा। ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ ബലി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഇതെല്ലാം സ്വർഗത്തിൽ मेरी आंखें मैं स्वर्ग नहीं लेके जाऊंगा, स्वर्गത്തിൽ കൊണ്ടുപോകത്തില്ല. ഇതൊന്നും ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല ഞാൻ വിശ്വസിക്കുന്നു. मेरी आंखें परमेश्वर पे है तो എന്റെ കണ്ണുകൾ ദൈവത്തിലാണെങ്കിൽ इन चीजों पे मेरा ध्यान नहीं रहेगा। ഈ വിഷയങ്ങളിൽ എന്റെ കണ്ണ് പതിക്കുകയില്ല. तैयार हो गया, बांध दिया, सब चाकू निकाल दिया मारने के लिए। എല്ലാം റെഡിയാക്കി കൈകാലുകൾ കെട്ടി ഇപ്പോൾ കത്തി എടുത്തിരിക്കുവാണ് കൊല്ലുവാൻ വേണ്ടി. इसके हाथ में, अब्राहम के हाथ में क्या चीज है? എബ്രഹാമിന്റെ കയ്യിൽ എന്താണുള്ളത്?
आग है, തീയുണ്ട്, चाकू है। കത്തിയുണ്ട്. बहुत लोग चाहते हैं कि आग की अभिषेक हमारे ऊपर गिरे। ഒത്തിരി പേർ ആഗ്രഹിക്കുന്നു അഗ്നിയുടെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരണമെന്ന്. വീഡിയോ ഓഫായി, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്ക്, കാരണം നെറ്റ്വർക്കിന് ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട്. आपको आपको ओके, मलयालम में एक गाना है, മലയാളത്തിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട്. തീ കത്തിക്ക ഇനി തീ കത്തിക്ക, മുജ്മേ ആഗ് ജലാവോ, മുജ്മേ ആഗ് ജലാവോ. നമുക്കൊരു ആഗ്രഹമുണ്ട് തീന്റെ അഭിഷേകം നമ്മളെ പുറത്ത് വീഴണം. हम चाहते हैं अग्नि का अभिषेक अपने ऊपर गिरने के लिए. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, एक बात आपको ध्यान से देखना है. ഈ കത്തി താഴെ വീഴാതെ, ഐസക്കിന്റെ പുറത്ത് കത്തി വീഴാതെ തീ വരത്തില്ല. ऐसे के ऊपर अगर चाकू ना गिरा तो अग्नि ना उतराने वाला है. നിങ്ങളുടെ ജഡം മരിക്കാതെ തീ വരത്തില്ല. आपका जड़ ना मरा तो अग्नि ना उतराने वाला है. ഒത്തിരി പേർക്ക് അഭിഷേകം വേണം, തീന്റെ അഭിഷേകം, പക്ഷെ ജഡം മരിക്കണം ഏറ്റവും മുമ്പേ. आप में से काफी लोगों को अग्नि का अभिषेक चाहिए, लेकिन उससे पहले आपको आपका जड़ को मार डालना पड़ेगा. കുരിശിന്റെ മേളിൽ കയറി കഴിഞ്ഞ മരിക്കും നിങ്ങളുടെ ജഡം. क्रूस के ऊपर जब चढ़ेगा आपका जड़ मर जाएगा. ആ കത്തി താഴെ വീഴുമ്പോൾ ഐസക്ക് നീ മരിക്കാൻ പോന്നെ, അത് കഴിഞ്ഞിട്ടാ ഞാൻ നിന്നെ തീ കത്തിക്കാൻ പോന്നെ. जैसे उस जो चाकू आपके ऊपर गिरेगा तभी तुम मरेगा, और उसके बाद में तेरे ऊपर अग्नि उतराने वाला है. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജഡം മരിക്കട്ടെ. आज मैं ऐसे प्रार्थना कर रहा हूं, आपका जड़ जरा मरने दीजिए. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ തീ നിങ്ങളെ പുറത്ത് വീഴട്ടെ. उसके बाद में प्रभु का आग जरूर आपके ऊपर उतराने वाला है. ഒരു പുതിയ അഭിഷേകം നിങ്ങളുടെ പുറത്ത് വീഴട്ടെ. एक नया अभिषेक जरूर आपके ऊपर उतराने वाला है. കർത്താവിന്റെ ആത്മാവിന്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി. प्रभु का आत्मा ऐसा कहने के लिए मुझे बताया. ഈ 52 ദിവസം കഴിയുമ്പോ इस 52 दिन जैसे पूरा हो जाएगा, ഒരു പുതിയ മൂവിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണും. एक नए मूव में आप आगे बढ़ने वाला है. പുതിയ ആത്മാവിൽ ആരാധിക്കുന്ന ആളുകളെ ദൈവം പൊക്കുന്നുണ്ട് ഇപ്പോ. एक नया तरीका में आत्मा में आराधना करने वालों को लोग इस दिनों में खड़ा कर रहे. ദൈവം നിങ്ങളെ ഒരു പുതിയ ലെവലിലോട്ട് മാറ്റാൻ പോവുക. प्रभु ने आपको एक नया लेवल में लेके जाने वाला है. നിങ്ങളുടെ മുമ്പിൽ പ്രയാസങ്ങളും കഷ്ടത കാണുമ്പോൾ आपके आगे जैसे संकट मुसीबतों को जब आप देखेगा, നെഞ്ചടിച്ച് കരയത്തില്ല നിങ്ങൾ. ഇനി छाती पीट के रोने का जरूरत नहीं है. നിങ്ങൾ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കും, പ്രവചിക്കും. आप विश्वास के साथ में घोषणा करेगा, भविष्यवाणी बोलेगा. ഈ മീറ്റിംഗ് തീരുമ്പത്തേക്ക് जैसे इस मीटिंग खत्म हो जाएगा तब तक ചിലരുടെ പുറത്ത് हालेलुया कुछ लोगों के ऊपर you will feel the anointing and into the prophetic ministry. एक भविष्यद्वक्ता का अभिषेक कुछ लोग महसूस करने वाला है. ഒരു പ്രവചനന്റെ ഒരു ശുശ്രൂഷ കർത്താവ് കൊടുക്കാൻ പോവുക ചിലരെ. कुछ लोगों के ऊपर एक भविष्यद्वक्ता का सेवक इस दिनों में प्रभु ठेलने वाला है. നിങ്ങളുടെ ജീവിതം ഇനി സെയിം അല്ലായിരിക്കും. आपका जीवन कभी भी ऐसे नहीं रहेगा. നിങ്ങൾ ആരാധിക്കാൻ വന്നുകൊണ്ട്, आप आराधना करने के लिए आए इसलिए, സത്യം ഹൃദയം കൊണ്ട് हालेलुया आपका सच्चाई के दिल के साथ में ദൈവമേ നിന്നെ ആരാധിക്കാനാ. परमेश्वर आपको आराधना करने के लिए ദൈവമേ എന്തൊക്കെ വിടണം, ഞാൻ വിടാൻ റെഡിയായി. जो ദൈവമേ भी छोड़ने के लिए मैं तैयार हूँ प्रभु जी. ഞാൻ ഇപ്പൊ मेरे പിടിച്ചിട്ട് അത് വിടാൻ റെഡിയായി. मैं जो भी ദൈവമേ घस के पकड़ा है वो सब कुछ मैं छोड़ने के लिए तैयार है. നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ जैसे तुम आराधना करने के लिए शुरू करेगा, ദൈവം പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കാണും. ओ परमेश्वर का आत्मा यो कहते हैं तुम तेरा उत्तर को पाने वाला है. ഞാൻ ഇത് കാണിക്കട്ടെ നിങ്ങളെ. मैं एक चीज आपको दिखाना चाहता हूँ. ഇതൊരു മല പോലെയാ. एक पहाड़ का जैसे है. ഇപ്പുറത്തുനിന്ന് കേറുന്ന എബ്രഹാം ആരാധിക്കാൻ വേണ്ടി മേളി. एक साइड से अब्राहम ऊपर की तरफ जा रहे आराधना करने के लिए. സത്യമായി ഹൃദയത്തെ ആരാധിക്കാൻ കേറാൻ തുടങ്ങി. सच्चाई के साथ में उस दिल के साथ में आराधना करने के लिए ऊपर की तरफ चढ़ रहे.
മറ്റൊന്നും ധ്യാനിക്കാതെ കർത്താവിന് പുറത്ത് കണ്ണ് വെച്ച് ആരാധിക്കാൻ വേണ്ടി മല കയറാൻ തുടങ്ങി. और कुछ सोच के नहीं है, सिर्फ परमेश्वर के ऊपर दृष्टि लगा के आगे बढ़ रहे. മല കയറാൻ തുടങ്ങിയപ്പോ जैसे उन्होंने ऊपर की तरफ चढ़ना शुरू किया, സത്യമായിട്ട് ഹൃദയം കൊണ്ട് ആരാധിക്കാൻ റെഡിയായി മല കയറാൻ തുടങ്ങിയപ്പോ जैसे ही दिल से आराधना करने के लिए तैयार होके आगे जब उन्होंने बढ़ा, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉത്തരം മേലോട്ട് കയറാൻ തുടങ്ങി. दूसरा साइड से उनका उत्तर भी ऊपर की तरफ चढ़ना शुरू किया. നിങ്ങൾ ഇവിടുന്ന് കയറിക്കോ ആരാധിക്കാൻ വേണ്ടി. तुम एक साइड से आराधना करने के लिए ऊपर की तरफ चढ़ने दो, നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് കാണാൻ ഒക്കത്തില്ല, കുഴപ്പമില്ല. दूसरा बाजू आप देख नहीं सकते, कोई वांदा कोई प्रॉब्लम नहीं है, പക്ഷെ സത്യ ഹൃദയം കൊണ്ട് ആരാധിക്കാൻ വേണ്ടി കയറിക്കോ. लेकिन सच्चाई का दिल के साथ में आराधना करने के लिए चढ़ने दीजिए. നിങ്ങളുടെ ഉത്തരം അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. आपका उत्तर अगले साइड से ऊपर की तरफ आ रहे. നിങ്ങളുടെ ഉത്തരം അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. आपका उत्तर जरूर उस तरह से ऊपर की तरफ आ रहे. നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇപ്പം കാണാൻ अभी ഒക്കത്തില്ലായിരിക്കും. तो आपका आंखों से ना देख पाएगा, നിങ്ങളുടെ ജഡമുള്ള കണ്ണുകൊണ്ട് കാണാൻ आपका जड़ का ഒക്കത്തില്ലായിരിക്കും. आंखों से अभी ना देख पाएगा. പക്ഷെ വിശ്വാസത്തിൽ നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഞാനും മകനും ആരാധിച്ച് തിരിച്ചു വരും. लेकिन विश्वास के साथ में तुम घोषणा कर रहे, मैं और बेटा आराधना करके वापस आऊंगा. ആ വിശ്വാസന്റെ വാക്ക് നിങ്ങൾ സംസാരിച്ചപ്പോ जब तुम उस विश्वास का शब्दों तुम बताया, അപ്പുറത്തെ സൈഡിൽ ഉത്തരം മേലോട്ട് കയറാൻ തുടങ്ങി. दूसरे बाजू में उत्तर ऊपर की तरफ चढ़ना शुरू किया. നിങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരിക്കും. आप काफी बार रेलवे स्टेशन में गया होगा. ഞാൻ ചെറുതായിരുന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോ ട്രെയിനിലെ യാത്ര ചെയ്യുന്നേ. हालेलुया. जैसे कि ना मैं छोटा था, मुझे बहुत अच्छा लगता था ट्रेन में सफर करने के लिए. अभी भी मैं जैसे गांव देश में आते, भारत में आते, मैं ट्रेन में सफर करते. ഞാൻ ട്രിവാൻഡ്രം ഇറങ്ങി കഴിഞ്ഞാൽ ചെങ്ങന്നൂർ പോകുന്ന സ്ഥിരം ട്രെയിനില. मैं जैसे ट्रिवांड्रम में उतरेगा, उसके बाद में चंगन्नूर जाते, हमेशा ट्रेन में जाते. ഈ ട്രെയിൻ വരുന്നതിന്റെ മുമ്പേ ഈ ഇതൊരു അനൗൺസ്മെന്റ് നടത്തും. ये ट्रेन आने से पहले एक अनाउंसमेंट होते. कृपया ध्यान दीजिए ആ ട്രെയിൻ അഭി ആ രഹി ഹൈ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ട്രെയിൻ ഇപ്പോൾ വരാൻ പോവുകയാണ്. आप ध्यान से देखोगे तो ट्रेन दिखाई नहीं दे रहा, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ട്രെയിൻ കാണത്തില്ല. पर मैडम या भाई साहब अंदर बैठे हुए अनाउंसमेंट कर रहे हैं. എന്നാൽ മാഡം അല്ലെങ്കിൽ ആ സഹോദരനകത്തിരുന്നുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്തോണ്ടിരിക്കുക. हम तो पटरी के सामने खड़े हुए और हमें कुछ नहीं दिख रहा. നമ്മള് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നിൽക്കുക, പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ये अंदर बैठ के बोल रहे हैं. ഇവൻ അകത്തിരുന്നോണ്ട് പറയുക ട്രെയിൻ വരുന്നെന്ന്. कितने विश्वास के साथ बोल रहे എന്ത് हैं. വിശ്വാസത്തോടാ പറയുന്നത്? मैं आपसे पूछूं, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, आप भी उसी तरह, നിങ്ങളും അതുപോലെ തന്നെ? आपकी आंखों से कुछ नहीं दिख रहा, നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒന്നും കാണത്തില്ലായിരിക്കാം. आप भी बोल दो मेरा चमत्कार आ रहा നിങ്ങളും है. പറഞ്ഞാട്ടെ എന്റെ അത്ഭുതം വരുന്നുണ്ട്. जब तीसरी बार वो बोलते हैं, മൂന്നാമത്തെ പ്രാവശ്യം അത് പറയുമ്പോൾ अरे हम तो गाड़ी देखते आस्ते आते हुए प्लेटफॉर्म की तरफ, നമ്മൾ കാണുന്നു, നോക്ക ദൂരത്തുനിന്ന് പ്ലാറ്റ്ഫോമിന്റെ നേരെ വണ്ടി വരുന്നു. उसी तरह അതുപോലെ തന്നെ जब आप भविष्यवाणी करना शुरू करोगे നിങ്ങൾ विश्वास में, പ്രവചനം പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ, വിശ്വസിച്ച് പ്രവചിക്കുമ്പോൾ, अब मैं जानता हूं आप अपनी आंखों से जरूर उत्तर देखोगे. നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഉത്തരം കാണും. देखिए जब उसने आराधना के लिए तैयार हुआ, നോക്കണമേ, അവൻ ആരാധിക്കുവാൻ തയ്യാറായപ്പോൾ बाइबल कहती है വേദപുസ്തകം എങ്ങനെ പറയുന്നു? स्वर्ग से एक आवाज आई. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം വന്നു. ओ जब आप आराधना के लिए तैयार हो जाते हो, നിങ്ങൾ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ, इसीलिए मैंने कहा परमेश्वर आपकी जिंदगी में नाश नहीं आने देगा. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ നാശം ദൈവം അനുവദിക്കത്തില്ല. इसहाक मरा नहीं था, ഇസഹാക്ക് മരിച്ചില്ല, मारने के लिए तो तैयार था, കൊല്ലുവാൻ വേണ്ടി റെഡിയായിരുന്നു. छोड़ने के लिए तो तैयार था, ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തുവാൻ റെഡിയായിരുന്നു. त्याग करने के लिए तैयार था अब्राहम. അബ്രഹാം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നു. पर स्वर्ग से एक आवाज आई. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്നു. दूसरी बार, രണ്ടാമതും. अरे पहली बार जब आवाज आएगी, ആദ്യത്തെ പ്രാവശ്യം ശബ്ദം വന്നപ്പോൾ it is the call of obedience. അത് അനുസരണത്തിന്റെ വിളിയായിരുന്നു. दूसरी जब आवाज आएगी, രണ്ടാമത് ശബ്ദം വന്നപ്പോൾ
वो तो आशीष की आवाज आ रही അത് है। അനുഗ്രഹത്തിന്റെ വിളിയായിരുന്നു. परमेश्वर बोलता है इब्राहिम इब्राहिम इसे ना छू। കർത്താവ് പറയണം, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. वहां आप 15वीं आयत से ध्यान से देख सकते हो वहां। നിങ്ങൾ 15ാമത്തെ വാക്യം മുതൽ ശ്രദ്ധയോടുകൂടെ നോക്കിയാൽ पर 17वीं आयत में कहता है അതിന്റെ 17ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, मैं निश्चय तुझे अनुग्रह ഞാൻ दूंगा। ഉറപ്പായിട്ട് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിശ്ചയമായി ഞാൻ നിന്നെ ഞാൻ അനുഗ്രഹിക്കും। നിശ്ചയമായും मैं जरूर तुझे आशीषित करने वाला है. എബ്രഹാമേ നിന്നെ മാത്രമല്ല सिर्फ तुझे नहीं है अब्राहम, നിന്റെ സന്തതിയെ ഞാൻ तेरे അനുഗ്രഹിക്കും। वंश को भी मैं आशीषित करेगा. അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നേ उधर वचन में क्या लिखा है? നിന്റെ പിള്ളേർ ശത്രുക്കളുടെ ഗേറ്റിൽ ഇരിക്കും। हालेलुया, तेरा बच्चों शत्रु का फाटकों में बैठेगा. പറഞ്ഞ ഞാൻ പിടിച്ചിരുത്താൻ ഒത്തില്ല, ഞാൻ തോൽപ്പിക്കാൻ ഒത്തില്ല ആ പിശാചിനെ നീ നിന്റെ പിള്ളേർ തോൽപ്പിക്കും। जो तुम हरा नहीं पाए उस शत्रुओं को तेरे बेटों में हराने वाला है. നീ കേൾക്കാൻ റെഡിയായിരുന്നല്ലോ, तुम आज्ञाकारी बनने के लिए तैयार था, നീ ബലിയാക്കാൻ റെഡിയായിരുന്നല്ലോ। बलि होने के लिए तैयार था. ഏബ്രഹാമേ ഞാൻ നിന്നെ എങ്ങനെ അനുഗ്രഹിക്കാതെ ഇരിക്കാൻ ഒക്കുന്നേ? ए अब्राहम, मैं तुझे कैसे आशीषित ना करेगा? ഞാൻ അനുഗ്രഹിച്ച मैंने अगर आशीषित किया तो ഈ അനുഗ്രഹം നിനക്ക് വേണ്ടി മാത്രമല്ല, इस आशीष सिर्फ तुझे तेरे लिए नहीं है, നിന്റെ സന്തതി വേണ്ടിയാ ഞാൻ അനുഗ്രഹിക്കാൻ तेरा പോകുന്നത്। वंश को भी मैं आशीषित करेगा. ഇന്ന് വിശ്വസിച്ചോ, आज विश्वास करो, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക। आज प्रभु आपको आशीषित करने के लिए जा रहा നിങ്ങളെ हूं. മാത്രമല്ല सिर्फ तुझे नहीं है, നിങ്ങളുടെ സന്തതിയെ അനുഗ്രഹിക്കാൻ तेरे പോവുക। संतान को भी प्रभु आशीषित നിങ്ങളുടെ करेगा. സന്തതിയെ അനുഗ്രഹിക്കാൻ പോവുക। तेरे संतान को आशीषित करेगा. ചില ശാപങ്ങൾ നിങ്ങൾക്ക് പിടിക്കാൻ ഒത്തില്ല, कुछ श्रापों को तुम पकड़ नहीं पाया, ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഇറങ്ങാൻ ഒത്തില്ല, कुछ मुसीबतों को तुम पार नहीं कर पाया, പക്ഷെ നിങ്ങളുടെ പിള്ളേർ ഇരിക്കും। लेकिन तेरा संतान उसमें जीत पाने वाला है. ഒരു പുതിയ അഭിഷേകന്റെ കൂട്ടത്തിൽ, एक नया अभिषेक इसके साथ में है. ഒരു പുതിയ അഭിഷേകന്റെ പുറത്ത് एक नया अभिषेक आपके ऊपर जरूर आने वाला है. to defeat the works of the evil one. हालेलुया, शत्रु को हराने का एक अभिषेक. ഞാനിത് പറയുമ്പോ നിങ്ങൾ കേൾക്കണം ശ്രദ്ധയായിട്ട്। जैसे मैंने ये बात तो कहे, आप बहुत ध्यान के साथ में सुनना है. അപ്പന്റെ അനുഗ്രഹം അപ്പന്റെ മാത്രമല്ല, ഇത് പിള്ളേരുടെ പുറത്ത് ഒരു ഓവർഫ്ലോ ആ। पिता को मिला आशीष सिर्फ पिता का नहीं है, वो बच्चों के ऊपर जैसे उमड़ने वाला एक आशीष बनने वाला है. ബൈബിളിൽ എഴുതിയിരിക്കില്ലയോ മൈ കപ്പ് ഓവർഫ്ലോസ്। बाइबल में इसे लिखा है ना, मेरा कटोरा उमड़ने वाला है. അയ്യോ ഇത് ഓവർഫ്ലോ ആയ താഴെ ഒരു സോസർ ഉണ്ട്, ആ സോസർ പിടിച്ചോളും। അല്ലയോ? ऐसे ये उमड़ेगा तो नीचे एक सॉसर रखा है, उसके अंदर गिरेगा. നിങ്ങളുടെ പിള്ളേരെ ആ സോസർ എക്സ്ട്രാ വരുന്ന അവര് പിടിച്ചോളും। आपका बच्चों उस जो हालेलुया सॉसर है जो एक्स्ट्रा आते उमड़ते, आपका बच्चों पकड़ेगा उसको. आमीन, നിങ്ങളുടെ പിള്ളേർ നിങ്ങൾ ചെയ്യുന്ന കാട്ടി കൂടുതൽ അവര് ചെയ്യും। आमीन. आपका बच्चों जो आप कर रहे हैं उससे अधिक करने वाला है. എന്റെ പിതാവ് വിശ്വാസം പഠിപ്പിച്ച്, मेरे पिताजी ने विश्वास सिखाया. आमीन. ദൈവം കണ്ട് ദൈവം ആ വിശ്വാസം കണ്ട് അനുഗ്രഹിച്ച്, परमेश्वर उस जो विश्वास को देख के आशीषित किया, ആ വിശ്വാസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിടിച്ച് हम उस विश्वास को अपने जीवन में लागू बनाया. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി। जैसे मैंने प्रार्थना करना शुरू किया, ദൈവമേ അപ്പനെ അനുഗ്രഹിച്ചുണ്ടെങ്കിൽ മകന്റെ ഡബിൾ പോർഷനാ। अगर पिता को आपने आशीषित किया तो बच्चों के ऊपर 2 गुना होना चाहिए. आमीन. ദൈവമേ എലൈഷ എടുത്തപ്പോ ഡബിൾ പോർഷനാ എടുത്തോണ്ട് പോയത്। जैसे हालेलुया एलीशा को 2 गुना मिला, वैसे ഞാൻ പറഞ്ഞു ദൈവം അതുപോലെ ഡബിൾ പോർഷൻ। प्रभु ऐसे ही मुझे 2 गुना चाहिए. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ ബ്ലസ്സിനെ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ। आपने शायद पूछेगा क्या ब्लेसिंग है, सब कुछ हो रहा है क्या आपका जीवन में? ഉണ്ട്। हाँ जरूर है. ദൈവം എന്റെ പിതാവിനെ 37 രാജ്യത്തിലാ കൊണ്ടുപോയിരിക്കുന്ന പ്രസംഗിക്കാൻ വേണ്ടി। परमेश्वर मेरे पिताजी को 37 देशों में प्रचार करने के लिए लेके गया. ദൈവ കൃപ കൊണ്ട് ഞാൻ 51 രാജ്യത്തിൽ പോയി പ്രസംഗിക്കാൻ വേണ്ടി। परमेश्वर का अनुग्रह से मैं 51 राज्यों में जाकर प्रचार किया. आमीन.
हालेलुया। ഇത് ഒരാളല്ല വാതിൽ തുറന്നേ. ये कोई इंसान द्वार खोला नहीं, സ്വർഗത്തിയിരിക്കുന്ന എന്റെ പിതാവ് എനിക്ക് വേണ്ടി വാതിൽ തുറന്നേ. स्वर्ग में बैठा मेरा पिता मेरे लिए द्वार खोला। എന്റെ പിതാവ് വിശ്വാസത്തിൽ ഇറങ്ങിയ കൊണ്ട് जैसे मेरा पिताजी ने विश्वास में उतरा, आमेन। സ്വർഗം തുറന്നിട്ട് എബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞ പോലെ എന്റെ പിതാവിന്റെ അടുത്ത് ദൈവം പറഞ്ഞു, स्वर्ग जैसे खोल के अब्राहम से बात किया, जैसे मेरे पिताजी से बात किया, आमेन। ഞാൻ നിന്നെ മാത്രല്ല നിന്റെ പിള്ളേരെ ഞാൻ मैं അനുഗ്രഹിക്കും. सिर्फ तुझको नहीं, तेरे संतानों को, तेरे वंश को भी आशीषित करेगा। ഇന്ന് ആ വാഗ്ദാനം നിങ്ങൾ പിടിച്ചേക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. आज रात को इस जो वायदे को आप पकड़ लीजिए, ഈ പ്രവചനം നിങ്ങൾ കൈകൊണ്ട് പിടിച്ചോണം. इस जो भविष्यवाणी को आप पकड़ लीजिए जरा। എന്റെ വീട്ടിൽ ഏറ്റവും കുറവ് പഠിത്തം എനിക്കാ. मेरा घर में सबसे कम पढ़ाई किया मैं हूँ। എന്റെ വീട്ടിൽ എല്ലാവർക്കും PhD ഉണ്ട്. मेरे घर में सब लोगों के पास PhD है। PhD പറഞ്ഞ പെർമനന്റ് ഹെഡ് ഡാമേജ് അല്ല. PhD का मतलब परमानेंट हेड डैमेज नहीं है। അവരൊക്കെ തിയോളജി എല്ലാം പഠിച്ച് അവര് ഡോക്ടറേറ്റ് എടുത്ത്. वो लोग सब थियोलॉजी सीख के डॉक्टरेट लिया है। എനിക്ക് ബാച്ചിലേഴ്സ് മാത്രമേ ഉള്ളൂ. मुझे सिर्फ बैचलर डिग्री है। ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. बिजनेस एडमिनिस्ट्रेशन में बैचलर डिग्री। പക്ഷെ ആ വാഗ്ദാനം കർത്താവ് തന്നുകൊണ്ട് लेकिन जैसे उस जो वायदा परमेश्वर ने दिया, ഞാൻ ആ വാഗ്ദാനം കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് मैंने उस वायदा को प्रभु को उपस्थिति में लेके गया। ഞാൻ പറഞ്ഞു, ദൈവമേ നീ പക്ഷപാതം ചെയ്യാത്ത ഒരു ദൈവമാ. प्रभु तुम पक्षपात दिखाने वाला परमेश्वर नहीं है। ഈ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ ഞാൻ കാണണം. इस वायदा मेरे जीवन में मैं देखना चाहता हूँ। വാതിലൊക്കെ തുറക്കണം. ओ दारों खोलने दीजिए। എന്റെ തലേന്റെ പുറകെ അതുകൊണ്ടാണ് നിങ്ങൾ ഈ വേൾഡ് മാപ്പ് കാണുന്നത്. इसीलिए मेरा सिर का पीछे जो दीवार में आप वर्ल्ड मैप देख रहे हो, ഈ മാപ്പിന്റെ പുറത്ത് കൈവച്ച് ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രവചിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. ये जो मैप के ऊपर हाथ रख के मैं निरंतर भविष्यवाणी देते। ഇത് ഏബ്രഹാമിന്റെ പിതാവല്ല, ये अब्राहम का पिता नहीं है, ഇത് ഇസാക്കിന്റെ പിതാവുവാ. ये इसहाक का भी पिता है। ഓ ഇത് ഇസാക്കിന്റെ പിതാവല്ല, ये सिर्फ इसहाक का पिता नहीं है, യാക്കോബിന്റെ പിതാവാ. ये याकूब का भी पिता है, आमीन। ഞാനും എന്റെ പിതാവിന്റെ മോളും ഒരുമിച്ച് വന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനും ആരാധിക്കാനും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി നാൾ മുമ്പേ. कुछ समय पहले मेरा पिताजी, मैं और मेरा बेटी एक ही जगह में आराधना करने के लिए और वजन देने के लिए आया। ഞാൻ സേവിക്കുന്ന ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം താഴെ വീഴത്തില്ല, പൊട്ടത്തില്ല. പക്ഷെ അത് അതുപോലെ നടക്കും. मैंने जिस परमेश्वर को प्यार करते, अगर उस परमेश्वर को वायदा दिया तो वायदा टूटने वाला नहीं है, गिरने वाला नहीं है, वैसे ही पूरा होने वाला है। ഇന്ന് വിശ്വാസന്റെ കണ്ണുകൊണ്ട് കണ്ടുപിടിച്ചേക്ക്. आज विश्वास का आंखों से जरा देख लीजिए, വിശ്വാസന്റെ വാ കൊണ്ട് സംസാരിച്ചേക്ക്. विश्वास का मुंह से जरा बताइए। നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. आपका आशीष आपकी ओर आ रहे, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. आपके आशीष आपकी ओर आ रहे, നിങ്ങളുടെ അഭിഷേകം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. आपका अभिषेक आपकी ओर आ रहे। വിശ്വാസന്റെ കണ്ണുകൊണ്ട് ഈ മലയിലോട്ട് കയറിക്കോ. विश्वास का हालेलुया आंखों में लगा के इस पहाड़ के ऊपर चढ़ जाओ। തളരാതെ, ओ तक जाना नहीं है, തളരാതെ. तक जाना नहीं है। നിങ്ങളുടെ ജഡം മരിക്കട്ടെ. आपका जट को मारने दीजिए। പറഞ്ഞ ആ സമയത്തിലെ ആ ഒരു പുതിയ അഭിഷേകം നിങ്ങൾ കാണുന്നേ. उस समय में आप एक नया अभिषेक को देखने वाला है। ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. आज रात को भी मैं विश्वास कर रहा हूँ, ഈ മീറ്റിംഗിൽ ഇരിക്കുന്നേ जैसे इस मीटिंग में बैठे आप में से कुछ लोग, നിങ്ങളുടെ ജീവിതത്തിൽ, आपके जीवन में, നിങ്ങളുടെ ജീവിതത്തിൽ आपके जीवन में ഈ രാത്രി, आज रात को, ഈ രാത്രി इसी रात का दिन അഭിഷേകം വന്ന് വേണ്ടാത്ത എല്ലാം പൊട്ടിക്കുന്നുണ്ട്. अभिषेक उतरा के जो चाहिए नहीं वैसे चीजों को टूट रहे, അനുഗ്രഹം വരുന്നുണ്ട്. अनुग्रह आपकी ओर आ रहे, आशीष आपकी ओर आ रहे। ഈ രാത്രി, आज रात को, ഇന്ന് രാത്രി आज रात को നിങ്ങൾ സൗഖ്യമാന്ന് കാണുന്നുണ്ടോ ഇല്ലയോ? क्या आप देख रहे, आप चंगाई हो रहे? നിങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാധിക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ क्या ഇല്ലയോ? आप देख रहे, आपका बच्चों आपके साथ में आराधना करते? എന്റെ മോന് मेरा बेटा ജനിച്ചപ്പോ जब जन्म हो गया, മരിച്ച ഒരു കണ്ടീഷൻ ആയിരുന്നു. जैसे मरा हुआ बच्चा जैसे था, ഞാൻ ജീവനില്ലായിരുന്നു. जैसे शरीर में प्राण जीवन नहीं था। ഞാൻ കാർ പാർക്കിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാ. मैंने जैसे कार पार्किंग में आके ऐसे प्रार्थना किया,
ദൈവമേ നീ തരുന്ന ദാനം മരിച്ച് ദാനം തരത്തില്ല. प्रभु आप जब एक दान देगा वो मरे हुए दान नहीं देगा. आमेन. പൊട്ടി ഒരു ഗിഫ്റ്റ് തരത്തില്ല. टूटे हुए एक तोहफा आप देने वाला नहीं है. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. इसलिए मैं विश्वास करता हूँ ജീവനോടെ എന്റെ മോൻ ജീവിക്കും. ये मेरा बेटा जीवित होने वाला है. ഞാൻ സംസാരിക്കുന്ന അവന്റെ ബോഡിയെ നോക്കിയിട്ട് मैं उनका शरीर को देख के मैं बात करना शुरू किया. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ അവൻ ശ്വാസം എടുക്കാൻ തുടങ്ങി. थोड़ा समय बाद में वो श्वास लेना शुरू किया. ഡോക്ടേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, डॉक्टर लोग आके मुझसे इसे कहा ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ണ് കാണത്തില്ല, ജീവൻ മൊത്തം കണ്ണ് കാണത്തില്ല. जैसे थोड़ा बहुत कॉम्प्लिकेशन है इसलिए जिंदगी भर उसका आंखों में रोशनी नहीं रहेगा, സംസാരിക്കത്തില്ല. वो बात नहीं करने वाला है. ഞാൻ കർത്താവിനെ നോക്കി ഒരു കാര്യം പറഞ്ഞു, मैं परमेश्वर को और देखे एक बात कहा, അവൻ അവൻ ജനനം എടുക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നീ പറഞ്ഞായിരുന്നു ദൈവം എന്റെ അടുത്ത്. उनका जन्म से पहले आपने मुझसे एक बात बता के दिया था, നീ ഒരു വാഗ്ദത്തം തന്നായിരുന്നു. एक वायदा तुम दिया था प्रभु, നിന്റെ വീട്ടിൽ ഞാൻ ഒരു പ്രവാചകനെ എണ്ണിപ്പിക്കും. तेरा घर के अंदर मैंने एक भविष्यवक्ता को खड़ा करने वाला है. ഞാൻ പ്രാർത്ഥിച്ചു, मैंने प्रार्थना किया, ദൈവമേ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു പ്രവാചകനെ കണ്ടിട്ടില്ല. मैं कभी भी देखा नहीं जैसे कि ना हल गूंगा एक भविष्यवक्ता को, അതുകൊണ്ട് വാ തുറക്കേണ്ടി വരും. इसलिए उनको मुंह खोलना पड़ेगा. 4 മാസം കഴിഞ്ഞപ്പോ അവന്റെ കണ്ണ് തുറന്നു. हाँ 4 महीने बाद में उसका आंखों खुल गया. 3.5 വർഷം കഴിഞ്ഞപ്പോ അവന്റെ വാ തുറന്നു. 3.5 साल बाद में उनका मुंह खुल गया. ഇപ്പോ ഒരു നോർമൽ പയ്യനായിട്ട് ജീവിക്കുക. अभी एक नॉर्मल बच्चा होकर जीवित है. 5 വയസ്സായപ്പോ എന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ട് സ്ഥലത്ത് പോയിട്ട് ചർച്ചസിൽ പോയിട്ട് എന്റെ കൂട്ടത്തിൽ പ്രവചിക്കുമായിരുന്നു. 5 साल जब उम्र हो गया मेरे साथ में यात्रा करके कलीसियों में जाके भविष्यवाणी देना शुरू किया. ഞാൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന് പ്രവചിക്കാൻ തുടങ്ങുമായിരുന്നു. जैसे मैंने मीटिंग शुरू करते उससे पहले वो भविष्यवाणी बोलना शुरू किया. അതെങ്ങനെയാ നടന്നേ? वो कैसे हुआ? സ്വർഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടായിരുന്നു ഞാൻ. मैंने स्वर्ग से एक आवाज सुना था, നിന്റെ വീട്ടിൽ ഒരു പ്രവാചകൻ ജനിക്കും. तेरा घर में एक भविष्यवक्ता जन्म लेने वाला है. ആ വാഗ്ദത്തം പിടിച്ചോടിയോണ്ട് उस जो वायदे को पकड़ के मैंने भागा, इसलिए ദൈവം എന്റെ കയ്യിലോട്ട് സമർപ്പിക്കുന്ന ഇവനെ. प्रभु आपके हाथ में मैं इन्हें सौंप रहा हूं. ദൈവം എന്റെ ദാസനായി ജീവിക്കട്ടെ. ओ आपका दास बन के इनके जीने दो, ഒരു പ്രവാചകനായി ജീവിക്കട്ടെ. एक भविष्यवक्ता बन के उनको जीने दो. അകത്തൊരു തീ കത്താൻ തുടങ്ങി. अंदर एक अग्नि जलना शुरू किया, അവന്റെ അകത്തൊരു മാറ്റം വരാൻ തുടങ്ങി. उसके अंदर एक बदलाव आना शुरू किया. 5 വയസ്സ് വരെ, जैसे 5 साल हो गया तब तक, 5 വയസ്സാകുന്നതിന് മുമ്പേ जैसे 5 साल होने से पहले എല്ലാ മാസം ഹോസ്പിറ്റലിൽ നമ്മൾ അവനെ പിടിച്ച് ഓടുമായിരുന്നു. हर महीने उनको लेके हॉस्पिटल में जाना पड़ता था. അറിയത്തില്ലായിരുന്നു ജീവിക്കുമോ മരിച്ചു പോകുമോ. जैसे जानता नहीं था ये मरेगा या जिएगा. അവന്റെ ഓക്സിജൻ ലെവൽ ഡ്രോപ്പ് ആവും. उनका ऑक्सीजन लेवल हमेशा गिर जाता था. हालेलुया. ഒരു വർഷത്തിൽ ഒരു ചെറിയ കുഞ്ഞിനെ, 1 साल में एक छोटा बच्चा को, 2 വയസ്സുള്ള കുഞ്ഞിനെ 2 साल का बच्चा को 8-9 പ്രാവശ്യം സ്റ്റെറോയിഡ്സ് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. 8-9 बार स्टेरॉइड मेडिसिन उनको देना पड़ा. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 2ന്റെ മേളിൽ കൊടുക്കാൻ ഒക്കത്തില്ല. मुझे काफी बार डॉक्टर बोले 2 बार से अधिक दे नहीं पाएगा, ഇതിന് ഒത്തിരി കോംപ്ലിക്കേഷൻ കാണും. इसके साथ में बहुत कॉम्प्लिकेशन है. 3.5 വയസ്സ് അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ 3.5 साल था तभी जब उन्होंने बात करना शुरू किया. ദേശത്തിൽ കയറി ഞാൻ ഒരു കാര്യം പറഞ്ഞു, हालेलुया. मैंने हालेलुया एक बात ऐसे मैंने कहा, ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിൽ अगर प्रभु आप चंगाई करने वाले परमेश्वर है तो ഈ പൈതലെ പൊക്കി ഞാൻ ഹോസ്പിറ്റലിൽ ഇനി ഓടത്തില്ല. इस बच्चे को लेके आगे मैं हॉस्पिटल में नहीं जाने वाला है. നീ സൗഖ്യമാക്കുവാണെങ്കിൽ अगर आपने चंगाई देगा तो 100% നീ സൗഖ്യമാക്കണം ദൈവം. 100% तुझे इनको चंगाई देना पड़ेगा. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരു അസുഖം ഇല്ലാതെ ജീവിക്കുക അവൻ. अभी देखेगा तो कोई भी बीमारी नहीं है वैसे जी रहे. आमीन. ഹോസ്പിറ്റലിന്റെ അഡ്രസ് അറിയത്തില്ല അവന്റെ പേര് വിളിച്ചാൽ. हालेलुया. उनका नाम बुलाएगा तो हॉस्पिटल का एड्रेस भी पता नहीं मिलेगा. ആരാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച 5 മണിയാകുമ്പോ എനിക്ക് നമ്മുടെ ആരാധന 10:30 जैसे संडे अपना आराधना 10:30 बजे होते, लेकिन ये 5 बजे सुबह उठ के बैठेगा. രാവിലെ എണ്ണിച്ചിട്ട് നമ്മളെ എല്ലാരെയും എണ്ണിപ്പിക്കും. 5 बजे उठ के हम सबको जगाएगा.
ഞായറാഴ്ച റെഡി ആയിക്കോ ആരാധിക്കാൻ വേണ്ടി. संडे आराधना के लिए तैयार हो जाओ बोल के वो उठ के बैठेगा. നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, अगर आप आराधना करने वाले व्यक्ति है तो നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ കഷ്ടതയുടെ ഇടയ്ക്ക് നിങ്ങൾ ആരാധിക്കാൻ നേരം आपका समझिए उस मुसीबतों के बीच में जब आप आराधना करना शुरू करेगा, ദൈവം അവിടെ ഇറങ്ങി വരും. परमेश्वर जरूर उतराने वाला है, ഒരു വഴി തുറക്കും. एक रास्ता खोलने वाला है, ദൈവം മാനിക്കും. वो आपको संभालने वाला है. കൈവിടാത്ത ഒരു ദൈവമായി ഞാൻ സേവിക്കുന്ന ദൈവം, कभी भी ना छोड़ने वाले परमेश्वर को मैं सेवा कर रहा हूँ, മാനിക്കുന്ന ദൈവമായി ഞാൻ संभालने സേവിക്കുന്ന. वाले परमेश्वर को मैं आराधना कर रहा हूँ. അകത്ത് തന്റെ ഇടം ഉണ്ട്, അതുകൊണ്ടാ ഇത് വിളിച്ചു പറയുന്നത്. ऐसा हिया मुझे इसलिए मैं चिल्ला के ऐसे खा रहा हूँ. സൗഖ്യമാക്കുന്ന കൈവിടാത്ത ഒരു ദൈവമാ. ओ चंगाई देने वाला, कभी भी ना छोड़ने वाले परमेश्वर. നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ क्या आप आपका जीवन में इसे विश्वास करते हैं? ദൈവം ഇന്ന് രാത്രി ഒരു വലിയ കാര്യം ചെയ്യാം. परमेश्वर आज रात को एक बड़े काम करने वाला है. आमेन. കണ്ണടയ്ക്കായിരുന്നു, आंखों बंद कर दीजिए. കണ്ണടയ്ക്കായിരുന്നു. हालेलुया. വിശ്വാസത്തോടെ विश्वास के साथ में ആരാധിക്കായിരുന്നു. आराधना करो. വിശ്വാസത്തോടെ विश्वास के साथ में പ്രഖ്യാപിക്കായിരുന്നു. घोषणा करो. വിശ്വാസത്തോടെ विश्वास के साथ में പ്രവചിക്കായിരുന്നു. ओ भविष्यवाणी बोलना शुरू करो. നിങ്ങൾ ഇന്ന് आज रात को, इस दिन ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണാൻ റെഡിയാണെങ്കിൽ, वो आपके लिए उतराएगा. वो देखने के लिए तुम तैयार है तो വാ തുറന്ന് തുടങ്ങിക്കോ. നിങ്ങളുടെ അനുഗ്രഹം വരുന്നുണ്ട്, ओ मुंह खोल कर शुरू करो. आपका आशीष आ रहे, വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. आ रहे आपके आशीष आ रहे. ഇത് അനുഗ്രഹം മാത്രല്ല, എന്റെ ദൈവം അതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ओ इस सिर्फ आशीष नहीं है, परमेश्वर उसके साथ आ रहे. കർത്താവ് വന്ന അതിന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞ അനുഗ്രഹം മാത്രല്ല, സ്വസ്ഥതയും കിട്ടും. ओ प्रभु जब आएगा साथ में सिर्फ आशीष नहीं है, चैन भी साथ में आने वाला है. हमें शांति भी मिलेगी उसके साथ. അതിന്റെ കൂടെ നമുക്ക് സമാധാനവും കിട്ടും. हमारे अंदर एक खुशी भी होगी, നമ്മുടെ അകത്തൊരു സന്തോഷവും ഉണ്ടാകും. ആമേൻ. क्योंकि परमेश्वर आया है. എന്തുകൊണ്ടെന്നാൽ കർത്താവ് വന്നിരിക്കുകയാണ്. आज रात को, ഇന്ന് രാത്രിയിൽ, आज रात को ഇന്ന് രാത്രിയിൽ छुटकारा का दिन है. ഹല്ലേലൂയ, വിടുതലിന്റെ ദിവസമാണ്. इब्राहिम की जिंदगी में इब्राहिम ने देखा तो आप भी आज देखोगे, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം കണ്ടെങ്കിൽ ഇന്ന് നിങ്ങളും കാണാൻ പോകുക. क्योंकि अब्राहम की आशीषें आपके लिए भी है. അപ്പൊ എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടേതുമാണ്. आप विश्वास में ले सकते हो. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ടെ. आइए प्रार्थना करें. ഓ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. परमेश्वर तेरा धन्यवाद हो, ഓ കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. तेरा धन्यवाद हो. ഓ നന്ദി പറയുന്നു കർത്താവേ. महान परमेश्वर है. നീ മഹാനാകുന്ന ദൈവമാണ്. परमेश्वर आज से हम तेरी आराधना करते हैं, ഓ ഇന്ന് മുതൽ ഞാൻ നിന്നെ ആരാധിക്കാൻ പോകുക. स्तुति करते हैं. ഞാൻ നിന്നെ സ്തുതിക്കാൻ പോകുക. हमारा ध्यान समस्या और कठिनाइयों के ऊपर नहीं है ഞങ്ങളുടെ परमेश्वर. ശ്രദ്ധ ഞങ്ങളുടെ ശ്രദ്ധ പ്രശ്നങ്ങളുടെ മുകളിലല്ല. हमारी आंखें तुझ पे है ഓ परमेश्वर. ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ മേലാണ് കർത്താവേ. हम तो तेरी आराधना करने आ रहे हैं. ഞങ്ങൾ നിന്നെ ആരാധിക്കാൻ പോകുകയാണ്. जैसे हमारी आंखें तुझ पे है, ഓ നിങ്ങൾ നിന്റെ മേൽ കണ്ണ് പതിപ്പിക്കുമ്പോൾ हम अपने मुंह से कहते हैं तू तो महान, ഹല്ലേലൂയ, ഞങ്ങൾ വാ കൊണ്ട് പറയും നീ വലിയവനാണ്, तू सर्वशक्तिमान है, നീ സർവശക്തനാണ്, तू परमेश्वर छुटकारा देने वाला परमेश्वर നീ है, വിടുവിക്കുന്ന കർത്താവാണ്, उत्तर देने वाला परमेश्वर നീ है, ഉത്തരം തരുന്ന കർത്താവാണ്. तू आदर के योग्य है. നീ ഹല്ലേലൂയ ബഹുമാനത്തിന് യോഗ്യനാണ്. ओ परमेश्वर, हम तुझे तेरी स्तुति करते हैं, കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, हम तुझे तेरी आराधना करते हैं. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. आराधना के बीच में ആരാധനയുടെ മധ്യത്തിൽ തന്നെ परमेश्वर हमारा जड़ बीच में ना आए, അല്ല നമ്മുടെ ശരീരം നമ്മുടെ ജഡം അതിന്റെ ഇടയിൽ വരരുത്. हमारा मन इसमें कोई रुकावट ना लेके आए. ഓ നമ്മുടെ ഹല്ലേലൂയ മനസ്സിന്റെ ഇടയിൽ തടസ്സങ്ങൾ കൊണ്ടുവരരുത്. आज हमारा ध्यान तुझ पे ही रहेगा കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധ നിന്റെ മേലായിരിക്കട്ടെ. क्योंकि तू हमारे लिए, എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി, क्योंकि तू हमसे इतना प्रेम करता है എന്തുകൊണ്ടെന്നാൽ परमेश्वर, നീ ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നു. इसलिए हमारे लिए, ഓ കർത്താവേ, ഞങ്ങൾക്കായിട്ട് हमारी जिंदगी में ഞങ്ങളുടെ ജീവിതത്തിൽ तू आशीष और छुटकारा लेके आना चाहता है. നീ ഹല്ലേലൂയ വിടുതലിനെയും അനുഗ്രഹത്തെ കൊണ്ടുവരണമേ. इसलिए हम तेरी आराधना करते हैं. അതുകൊണ്ട് ഞങ്ങൾ
നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. सारी छुटकारा आशीष के लिए हम धन्यवाद कहते हैं. എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ വിടുതലുകൾക്കുമായി നന്ദി കർത്താവേ. सिर्फ ये आशीषित ना हो परमेश्वर, ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിനായി നന്ദി കർത്താവേ. परमेश्वर इनकी पीढ़ी भी आशीष पाए परमेश्वर. ഇവരുടെ തലമുറകളും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. अभी तक जो इन्होंने किया उससे ज्यादा वो कर पाए परमेश्वर. ഓ ഹല്ലേലൂയ. അവർ ചെയ്തതിലും അധികം അവരുടെ തലമുറകൾ ചെയ്യട്ടെ. पासबानों के लिए मैं खास करके प्रार्थना करता हूं. ദേവദാസനായി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Oh Lord, I thank you. Raju Joseph, I have a word for you. രാജു ജോസഫ് ദേവദാസൻ ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന് സന്ദേശമുണ്ട്. Pastor, you can speak in Malayalam. He understand it. Otherwise I will translate. God has a great plan for your life. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു വലിയ പദ്ധതി നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുണ്ട്. God is going to open up certain things for you. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ചില വഴികളെ തുറക്കാൻ പോകുകയാണ്. God is saying, I'm going to bring miracles in your life. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാ. You will see signs and wonders and you will be able to bring it out in the life of others even. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുക മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. When you pray, the Lord says, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you open heavens. നിങ്ങൾ സ്വർഗത്തെ തുറക്കുവാനിടയായിത്തീരും. But the Lord says, get more into the spirit realm. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ കൂടുതൽ നിങ്ങൾ ഇടപഴകട്ടെ. Get into the spirit realm. ആത്മമണ്ഡലത്തിൽ നിങ്ങൾ കൂടുതലായി ഇടപെടട്ടെ. Because I'm going to open up certain things for you. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചിലത് നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാണ്. There will be certain words you will bring out. അല്ല, ചില വാക്കുകൾ നീ പുറത്തു കൊണ്ടുവരും. There will be certain miracles you will bring out. നീ ചില അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. Unusual miracles. ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. Unusual favor you will walk. ഓ, പ്രത്യേകമാകുന്ന ദൈവത്തിന്റെ കൃപ നീ പ്രാപിക്കും. The hand of the Lord will be upon you and your family. നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും നിന്റെ ദൈവത്തിന്റെ കരം ചലിക്കും. Do not listen to the people. ഓ, മനുഷ്യരുടെ ശബ്ദം നീ കേൾക്കരുത്. Do not listen to the ones who are not with you. നിന്റെ കൂടെ നിൽക്കാത്തവരുടെ ശബ്ദം നീ കേൾക്കരുത്. Listen to the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നീ കേട്ടാട്ടെ. He has great plans for your life. നിന്നെ കുറിച്ച് നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. He has great plans for your life. നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. Greater manifestations. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻസ്, വെളിപ്പെടുത്തലുകൾ. Father, I thank you. ഓ പിതാവേ, ഞാൻ നന്ദി പറയുന്നു. I thank you. നന്ദി പറയുന്നു കർത്താവേ. This is the picture I see about you, brother. ഓ, ഞാൻ നിന്നെ കുറിച്ച് കാണുന്ന ഒരു ചിത്രം, ഒരു കാഴ്ച ഇതാണ്. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, your hands up, നിങ്ങൾ കരങ്ങളെ ഉയർത്തുമ്പോൾ, heavens opening over your life. നിങ്ങളുടെ ജീവിതത്തിന് മുകളിൽ സ്വർഗം തുറക്കപ്പെടാൻ പോകുകയാ. Father, I bless him and his family right now. കർത്താവേ, ഞാൻ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Let him walk in the goodness and the mercy of God. ഓ കർത്താവേ, നിന്റെ നന്മയിൽ നിന്റെ കരുണയിൽ അവർ നടക്കട്ടെ. Let every family in this meeting, ഈ മീറ്റിംഗിലുള്ള ഓരോ കുടുംബങ്ങളുടെ മേൽ let them see the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി Be magnified and glorified. ഹല്ലേലൂയ. അവിടുത്തെ ശക്തി പ്രകടമാകട്ടെ കർത്താവേ. I thank ഹല്ലേലൂയ. you for all the miracles that you're going to do. ഹല്ലേലൂയ. നീ ചെയ്യാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായും സ്തോത്രം. We give you glory. നന്ദി കർത്താവേ, മഹത്വം നിനക്ക്. Bless Pastor Finney, Yohanan Pastor. കർത്താവേ, പാസ്റ്റർ ഫിനി യോഹനാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for his ministry. ആ ദേവദാസന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for his family. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Pastor, this is what the Lord says. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ദേവദാസനോട് ഇപ്രകാരം പറയുന്നു. The Lord says the word of God will be revealed and you will bring revelation of the word of God. നീ ദോഷങ്ങളിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ച്, വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് ശുശ്രൂഷിക്കും. The revelation will be such a blessing. ഹല്ലേലൂയ. ആ വെളിപ്പാടുകൾ അപ്രകാരമുള്ള അനുഗ്രഹങ്ങളായി മാറും. You will have such a joy that you want to bring out that revelation to people. നിന്റെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകും അങ്ങനെയുള്ള വെളിപ്പാടുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ. The revelation will be amazing revelation. അത് അത്ഭുതകരമാകുന്ന വെളിപ്പാടുകളാകും. It will not be a copy of somebody else's, but it will be from heavenly download you will have. ഹല്ലേലൂയ. മറ്റാരെങ്കിലും പ്രസംഗിക്കുന്നതിന്റെ കോപ്പിയല്ല, സ്വർഗ്ഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വെളിപ്പാടുകൾ നീ ശുശ്രൂഷിക്കും. Trust God for your family for greater things. ഹല്ലേലൂയ. ദൈവം നിന്റെ കുടുംബത്തെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. Trust God for greater things. ദൈവത്തിൽ ആശ്രയിക്കുക വലിയ കാര്യങ്ങൾക്ക് വേണ്ടി.
Your family is called to see greater things. നിന്റെ കുടുംബം വലിയ കാര്യങ്ങൾ കാണാൻ വിളിക്കപ്പെട്ട കുടുംബമാണ്. Because your faithfulness I have seen. നിന്റെ വിശ്വസ്തതയെ ഞാൻ കണ്ടിരിക്കുന്നു. So the Lord says, I will reward your faithfulness. ഞാൻ നിന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം നൽകുന്ന ദൈവാത്മാവ് പറയുന്നു. I will honor you, the Lord says. ഞാൻ നിന്നെ മാനിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. My hand will be upon you always. എന്റെ കരം നിന്റെ മേലെന്നും ഉണ്ടായിരിക്കും. Be careful ശ്രദ്ധയോടുകൂടി ഇരിക്കുക. when you are walking with God, ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ that other things will not pull you away. മറ്റൊന്നും നിന്നെ പുറകിലേക്ക് വലിച്ചു മാറ്റരുത്. Walk in the revelation of God ദൈവത്തിന്റെ വെളിപ്പാടിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. and see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണുക. There will be some spiritual sons you will raise. അല്ലെങ്കിൽ നീ ആത്മിക സന്താനങ്ങളെ വളർത്തിയെടുക്കും. There will be certain spiritual sons. I see 3-4 spiritual sons ഞാൻ 3-4 ആത്മിക മക്കളെ ഞാൻ കാണുന്നു. who will become a strong pillar. അവർ വലിയ തൂണുകളായി മാറാൻ പോകുക. Who will become a strong pillar. അവർ ആത്മികമായി വലിയ ശക്തന്മാരായ തൂണുകളായി മാറാൻ പോകുക. ആമേൻ. And they will run like a horse. ഹല്ലേലൂയ. അവർ കുതിരകളെ പോലെ ഓടുന്നവരാകാൻ പോകുക. They will go to different places. അവർ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പോകുക. But they will come back. എന്നാൽ അവർ മടങ്ങി വരും. ഹല്ലേലൂയ. To be fed by the Father. ഹല്ലേലൂയ. അപ്പനാൽ ഭക്ഷണം കൊടുക്കപ്പെടുവാൻ, അപ്പനാൽ ഫീഡ് ചെയ്യപ്പെടുവാൻ വേണ്ടി അവർ മടങ്ങി വരും. And the Lord says, I have put my eyes upon you. ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് നിന്റെ മേൽ വെക്കും. For a season of favor is upon you. ഹല്ലേലൂയ. ഒരു ഫേവറിന്റെ സീസൺ നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നു. Father, I bless every life. ഹല്ലേലൂയ. എല്ലാ ജീവിതങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Do your work in them. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ചാട്ടെ. We give you glory, honor, and praise. ഓ, എല്ലാ മാന മഹത്വം നിനക്ക് തരുന്ന കർത്താവേ, In Jesus' name, യേശുവിൻ നാമത്തിൽ. amen. ആമേൻ. ആമേൻ. Pastor, मैं माफी मांगता हूं, मैंने बहुत No, समय no, ले लिया. Pastor, no. No, Thank you. it's a Thank you great very much blessing, for Pastor. allowing. Hallelujah. Literally, heaven was in control, not our timetable and our things. Totally, heaven was controlling. And each and every sentence you said, literally, God was speaking to us from the very first moment. I was feeling in that way. Everything, whatever you said, it was prophetic. Even you were sharing from the word. Hallelujah. Each and every sentences. Thank Lord. Hallelujah. ദൈവത്തിന് നന്ദി പറയുന്നു. प्रभु को मैं धन्यवाद देना चाहता हूँ. We are honored that you accepted our invitation and came here to minister for the children of God. God will bless you in abundant way. We also pray for you. हम भी आपके लिए प्रार्थना करेगा जरूर. हम बहुत धन्य है क्योंकि आप अपना बीच में आके सेवकाई किया. मैं चाहता हूँ पास्टर जी आपको ऐसे बुला के कुछ टीचिंग सेक्शन रखना चाहते हैं. इन एडवांस मैं कह रहा हूँ, मैंने जैसे आप वजन बता रहे थे मेरे मन के अंदर ऐसे आशा आया. नॉट लाइक ए ट्रांसलेशन सेक्शन, मे बी ओनली हिंदी सेक्शन. वी वांट टू कीप सम सॉर्ट ऑफ टीचिंग सेक्शन. रियली वी वांट टू डू दैट. आपका भी समय आप ऐसे थोड़ा अपने लिए आगे दे दीजिए. वी प्लान इट बिकॉज मुझे ऐसा लगा जरूरी है, कलीसिया के लिए जरूरी है. थैंक यू पास्टर. थैंक यू. हालेलुया. गॉड ब्लेस यू एंड वी विल प्रे फॉर यू. हम साथ में एक गाना का कुछ लाइंस गा के आराधना करने के लिए जा रहे हो. डोना आएगा, डैनी डोना साथ में गाना गा के आराधना करने के लिए. वी आर गोइंग टू वर्शिप टुगेदर. आज हम क्या सुना, व्हाट वी वर हियरिंग टुनाइट. നമ്മൾ എന്താ ഇന്ന് രാത്രി കേട്ടോണ്ടിരുന്നത്? അബ്രഹാം സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. അവന് വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഹല്ലേലൂയ. ആരാധന അവൻ്റെ ജീവിതത്തിൽ വിടുതലായി തീർന്നു. अब्राहम सच्चाई और आत्मा में आराधना किया. आराधना उनका जीवन में उतर लाया. परमेश्वर के बच्चों, काफी समय से प्रभु का आत्मा अपना कलीसिया में बोलने वाला एक बात है. हालेलुया. द ग्लोरी विल कम आफ्टर क्रूसिफिक्शन. यू नो, द ग्लोरी विल कम आफ्टर क्रूसिफिक्शन. हम सबको ग्लोरी चाहिए, महिमा चाहिए. बट विदाउट क्रूसिफिक्शन देयर इज नो महिमा. हालेलुया. ക്രൂശീകരണമില്ലാതെ ഒരു മഹത്വം വെളിപ്പെടത്തില്ല. ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ട ശേഷമാണ് ഒരു മഹത്വം വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി നമ്മളതാ കേട്ടത്. ഹല്ലേലൂയ. നാം ബലിയായി തീരുവാൻ തയ്യാറാണെങ്കിൽ, अगर हम बलि होने के लिए तैयार है, प्रभु ने हमें उठाने के लिए, आशीषित करने के लिए तैयार है. आज रात को कितने लोग अपने आप को समर्पण करके कहेगा, प्रभु जी एक बलि का रूप में मैं आपका हाथ में मुझे सौंप रहा हूं.
सब कुछ राग बनने दीजिए, एक अग्नि मुझ में जलने दीजिए, एक अग्नि मुझ में जलने दीजिए. हालेलൂയ. ഒരു തീ എന്നിൽ കത്തിക്കണമേ എന്ന് എത്ര പേർ പറയും? Shalkamana. You know, when pastor was giving that message, he said that Abraham was holding that fire and that knife. Fire and that knife Abraham was holding. But Isaac, he was holding that bundle of that, what I can say, that firewood. Hallelujah. You know? നമ്മൾ കത്താനുള്ള വിറക് നമ്മൾ ചുമക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ തീ അയക്കാൻ അവൻ്റെ കയ്യിൽ തീയുണ്ട്. നമ്മെ ബലിയാക്കാനുള്ള നൈഫ് അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. തീ അപ്പൻ്റെ കയ്യിലുണ്ട് കേട്ടോ, തീ അപ്പൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളൊന്ന് ബലിയായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹം ബലി होने के लिए समर्पित होना जरूरी है. साथ में 2-3 लाइन गा के हम आराधना करने के लिए जा रहे हैं. एवरीबॉडी वर्शिप टुगेदर. दिल से ओहो आराधना करूं मैं इस जुबान से, नाम तेरा ही लूं मैं पूरे दिल से. आराधना करूं मैं इस जुबान से, नाम तेरा ही लूं मैं. करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं. करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं. तेरे फसल में, तेरी दया में लिपटा मैं रहता हूँ. तेरे फसल में, ओ तेरी दया में लिपटा मैं रहता हूँ. मैं रहता हूँ. मैं रहता हूँ. ओ मैं रहता हूँ. मैं रहता हूँ. दिल से आराधना करूं मैं इस जुबान से, नाम तेरा ही लूं मैं पूरे दिल से. आराधना करूं मैं इस जुबान से, नाम तेरा ही लूं मैं. करता हूँ तेरा शुक्रिया मैं, करता हूँ तेरा शुक्रिया मैं. करता हूँ तेरा शुक्रिया मैं प्रभु, करता हूँ तेरा शुक्रिया मैं. तेरे फसल में, तेरी दया में लिपटा मैं रहता हूँ. तेरे फसल में, ओ तेरी दया में लिपटा मैं रहता हूँ. मैं रहता हूँ. मैं रहता हूँ. मैं रहता हूँ. ओ मैं रहता हूँ. धन्यवाद ईश्वर. आइए हम प्रार्थना करेगा, हमको प्रार्थिക്കാം. हालेलुया. सभी परमेश्वर के बच्चों साथ में प्रार्थना कर दीजिए.
आज रात को बताया वचन का सामने नम्र करके प्रार्थना कर दीजिए। ഇന്ന് നമ്മൾ കേട്ട ദൈവവചനം മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. हालेलुया। प्रभु ने स्पष्ट रूप में हमसे बात किया। നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് വ്യക്തിപരമായി वापस സ്പഷ്ടമായി दोहरा के സംസാരിച്ചു. इस संदेश को आप लोग सुन लीजिए। പിന്നെ നിങ്ങൾ ആവർത്തി സമയമുള്ളപ്പോൾ മെസ്സേജ് കേൾക്കുക. अच्छे रीति में इस वचन को दिल के अंदर छाप लेना है। നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ നന്നായി മെസ്സേജിനെ എഴുതി വെക്കുക. हालेलुया। वो आपका जीवन में अद्भुत कार्यों करेगा। നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് അത്ഭുത കാര്യങ്ങളെ इस ചെയ്യും. वचन सुना हुआ हर व्यक्ति के लिए मैं प्रार्थना करता ഈ ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ ദൈവമക്കളെ ഓർത്ത് हूं, अलग अलग പ്രാർത്ഥിക്കുന്നു. जगह से വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് सच्चाई को जानने के लिए उसको आंखों को आप खोल दीजिए प्रभु। സത്യത്തെ അറിയുവാൻ കർത്താവ് എല്ലാവരുടെയും കണ്ണുകളെ കർത്താവ് തുറക്കണം. अब्राहम कैसे विश्वास किए वैसे അബ്രഹാം എങ്ങനെയാണോ വിശ്വസിച്ചതുപോലെ विश्वास करके आगे बढ़ने के लिए വിശ്വാസിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ടി आंतरिक आंखों से सच्चाई को देखने के लिए ഞങ്ങളുടെ ഹൃദയത്തിലെ കണ്ണുകളെ उन्हें കൊണ്ട് मदद कर സത്യത്തെ दीजिए കാണുവാൻ प्रभु ഞങ്ങളെ जी। സഹായിക്കണം. उन्हें मदद कर दीजिए। സഹായിക്കണേ കർത്താവേ. और कैसे अब्राहम उसका बेटा को बलि चढ़ाने के लिए उस पर्वत का चोटी पर पहुंचा। അബ്രഹാം എങ്ങനെയാണോ തന്റെ മകനെ യാഗം അർപ്പിക്കാൻ വേണ്ടി ആ മലയുടെ താഴ്വരയിലേക്ക് വന്നത്. बेटा ने पूछा पिता हालेलुया आगे चाकू है लकड़ा है लेकिन बलि का मृग बलि चढ़ाने का हालल जानवर कहाँ है। ഇസാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പാ തീയുണ്ട് വിറകുണ്ട്, എന്നാൽ ബലിക്കുള്ള മൃഗം എവിടെ? हालेलुया। अब्राहम ने कहा അബ്രഹാം പറഞ്ഞു, आमेन हालेलुया बेटा परमेश्वर प्रबंध करेगा। മകനെ യഹോവ കരുതിക്കൊള്ളും. यहोवा ईरे। യഹോവ ഇരേ. अब्राहम उसका लटका को हाथ पैर बांध के उस बलि का वेदी में रखा। അബ്രഹാം തന്റെ മകനായ ഇസാക്കിനെ കൈ കാൽ കെട്ടി ആ ബലിപീഠത്തിന് उसका മുൻപിൽ വെച്ചു. एकलौता लटका തന്റെ ഏകജാതനായ മകൻ, जड़ में जन्म हो गया लटका नहीं, ജഡത്തിൽ ജനിച്ച മകനല്ല, आत्मा में जन्म हो गया एकलौता बेटा ആത്മാവിൽ ജനിച്ച ഏകജാതനായ बलि का മകൻ वेदी में रखा। ആ ബലിപീഠത്തിൽ വെച്ചു. चाकू उठाया मारने के लिए, കത്തിയെടുത്തു. स्वर्ग बीच में उतर आया, സ്വർഗ്ഗം അതിന് നടുവിലേക്ക് ഇറങ്ങി और ഒരുവരെ. कहा, എന്നിട്ട് പറഞ്ഞു, मना किया നി- उनको छूना नहीं है कहा। സ്വർഗം പറഞ്ഞു എന്നെ തുടരുത്. हालेलुया। ആമേൻ. स्वर्ग क्या किया मालूम है? സ്വർഗം എന്താണ് ചെയ്തത്? स्वर्ग कहा तुम तेरा बेटा को बलि चढ़ाने का जरूरी नहीं है, സ്വർഗം പറഞ്ഞു, നീ നിന്റെ മകനെ मैं ബലിയർപ്പിക്കേണ്ടത് प्रबंध ആവശ്യമില്ല. करने वाला है, ഞാൻ കരുതുന്ന मैं കർത്താവാണ്, प्रबंध करने वाला। ഞാൻ കരുതുന്നവനാണ്. जगत का उत्पत्ति से पहले ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുന്നേ एक मेमना को प्रबंध किया, ഒരു കുഞ്ഞാടിനെ ഞാൻ കരുതി വെച്ചിരിക്കുന്നു. स्वर्गीय पिता ने प्रबंध किया। സ്വർഗീയ പിതാവ് കരുതി 2000 വെച്ചിരിക്കുന്നു. साल पहले 2000 വർഷത്തിന് മുന്നേ उस मेमना इस धरती में उतर आया। ആ കുഞ്ഞാടി भूमिയിലേക്ക് ഇറങ്ങി വന്നു. हालेलुया। अब्राहम को बोला अब्राहम तेरा बेटा को छू मत, क्योंकि मेरा बेटा को ആമേൻ. उसका जगह में मैं देने वाला है। അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ തുടരുത്, ആ സ്ഥലത്ത് യാഗത്തിനായി ഞാൻ अब्राहम എന്റെ മകനെ तू तेरा തരും. बेटा को मेरे लिए देने के लिए तैयार हो गया, അബ്രഹാമേ, നീ നിന്റെ മകനെ എനിക്ക് വേണ്ടി തരാൻ कहा തയ്യാറായതുകൊണ്ട് मैं प्रबंध करने वाला है, നീ പറഞ്ഞു, കർത്താവേ നീ കരുതുന്നവനാണ്, मैं मेरा बेटा को देगा। ഞാൻ എന്റെ മകനെ കൊടുക്കും. परमेश्वर उसका एकलौता बेटा को, ദൈവം തന്റെ ഏകജാതനായ മകനെ, एकलौता बेटा को ഏകജാതനായ 2000 മകനെ साल पहले इस धरती में भेजा। 2000 വർഷത്തിന് മുന്നേ ഈ ഭൂമിയിലേക്ക് അയച്ചു. ये इसको कहते सुसमाचार। ഇതിനെയാണ് പറയുന്നത് സുവിശേഷം That is എന്ന്. what we call gospel. അതിനെയാണ് നമ്മൾ ഗോസ്പൽ എന്ന് വിളിക്കുന്നത്. God gave his only begotten son. കർത്താവ് തന്റെ ഏകജാതനെ Hallelujah. തന്നു. ആമേൻ. ഹല്ലേലൂയ. शल्खमना रगदल खडेगर शामतने യേശു റബ്ബേ. ഹല്ലേലൂയ. उस यीशु का बलि का द्वारा ആ യേശുവിന്റെ യാഗം മൂലം सिर्फ अब्राहम के लिए नहीं है, അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, हम सब के लिए। നമുക്കെല്ലാവർക്കും अब्राहम को मिला वो उन सारे आशीषों അബ്രഹാമിന് ലഭിച്ച അതേ എല്ലാ അനുഗ്രഹങ്ങളും आशीष बन गया। നമ്മുടെ I അനുഗ്രഹമായി feel തീർന്നു. such a strong anointing right now. വലിയൊരു അഭിഷേകം ഞാൻ ഇപ്പോൾ അനുഭവിക്കും. When we meditate on that word shalkamana നമ്മൾ ramdana, ആ വചനം I ധ്യാനിച്ചപ്പോൾ feel such a strong anointing. വലിയൊരു അഭിഷേകം ഞാൻ അനുഭവിച്ചു. Hallelujah. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. अब्राहम के लिए मिला वो वायदा में प्रबंध करेगा, അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്തം ഞാൻ लेकिन उस കരുതുന്നു. वायदा स्वर्गीय पिता ने सारे दुनिया के लिए ആമേൻ. हालेलुया एक्सटेंड करके दिया। എന്നാൽ ആ വാഗ്ദത്തം സ്വർഗീയ പിതാവ് മുഴുവൻ മക്കൾക്ക് വേണ്ടി അത് यीशु के കൊടുത്തു. द्वारा इन सारे आशीषों अब्राहम का आशीष मेरा बन गया। യേശു മൂലം അബ്രഹാമിന് കിട്ടിയ ആ അനുഗ്രഹങ്ങളെല്ലാം मैं നമ്മുടേതായി यहूदी नहीं തീർന്നു. है, നമ്മൾ യഹൂദരല്ല, मैं अब्राहम का बेटों में एक नहीं है, നാം അബ്രഹാമിന്റെ लेकिन മക്കളൊന്നല്ല. यीशु मसीह के द्वारा എന്നാൽ യേശു ക്രിസ്തു മൂലം I become hallelujah ആമേൻ. शल्खमना रगत शल्खने Yes, उन सारे आशीषों का वारिश में बन गया। ആ എല്ലാ അനുഗ്രഹത്തിന്റെ അവകാശിയായി നമ്മൾ തീർന്നു. Thank you Jesus. Yes, Everybody നന്ദി pray. കർത്താവേ. सभी लोग എല്ലാവർക്കും प्रार्थना कर പ്രാർത്ഥിക്കാം. दीजिए। താങ്ക് യു ജീസസ്. Lord, we pray together. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് Lord, we പ്രാർത്ഥിക്കുന്നു. pray together. Thank you for the hallelujah wonderful
word which we were hearing. Hallelujah. കർത്താവെ tonight, നീ Lord. ഞങ്ങൾക്ക് നല്ല വചനത്തിനായി We നന്ദി. pray for your servant, Lord. കർത്താവെ കർത്താവിന്റെ तो अपने ശ്രേഷ്ഠദാസനെ दास को आपका हाथ പ്രാർത്ഥിക്കുന്നു. में रखे और भी इस्तेमाल कर दीजिए കർത്താവെ നിന്റെ കരങ്ങളിലെടുത്ത് കർത്താവിന്റെ ദാസനെ പിന്നെ जैसे ഉപയോഗിക്കണേ. इस पीढ़ी के लिए കർത്താവെ തലമുറയ്ക്ക് വേണ്ടി केवल 2 गुना अभिषेक के साथ में नहीं है, രണ്ടിരട്ടി അഭിഷേകത്തിൽ जिन जिन മാത്രമല്ല, देशों में वो जाएगा ഏതെല്ലാം ദേശ उन കർത്താവിന്റെ ദാസൻ പോകുന്നു देशों का अंधकार का शक्तियों को कुचल डालने का ആ ദേശത്തിൽ അന്ധകാര ശക്തി हालेलुया, एक വേണ്ടി अभिषेक का मल्टीप्लिकेशन के साथ में ഒരു അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്കോടുകൂടി नॉट इरटिपंग हालेलुया, ഇരട്ടിപ്പങ്കല്ല. जो देश में जाएगा ഏ ദേശത്താണ് उस പോകുന്നത് देश में जितने बड़े युद्ध होते ആ ദേശം എത്ര വലിയ उसको യുദ്ധമാണോ ओवरकम करने का मेनी फोल्ड अनॉइंटिंग അതിനെ നേരിടുവാൻ जब शल्कमन रमशे नूता नतल कतल आमेन। जाल का शेल्क मानु शेमा नूता मतुल शेबा नकटक शल्तुला रमतने you will be a giant killer. Hallelujah. Heavenly halka shalkama पवित्र आत्मा मुझे ऐसे कह रहे परमेश्वर का दास हालेलुया, you will be a giant killer. हल्का शल्क देश देशों में मैं तुझे भेजेगा और उस देश का शक्तियों जितने प्रबल है उस हिसाब से मैंने तुझे मैनी फोल्ड अभिषेक से बढ़कर हल उन गढ़ों को गिराने के लिए उन ताकतों को डालने के लिए मैंने तुझे इस्तेमाल करेगा. लॉर्ड वी चर्च प्रे टुगेदर, वी ब्लेस हालेलुया आवर डियर ब्रदर्स एंड पास्टर्स मिनिस्ट्री टुगेदर. लॉर्ड हम साथ में आपका दास को अभिषेक करके उनका कलीसिया को, उनका सेवकाई को, उनका परिवार को, सेवकाई का सीमाओं को हम अलग करके प्रार्थना कर रहे हैं. अपने कलीसिया में 2 दिन आके सेवकाई किया और अपने लिए जैसे परमेश्वर का दास एक आशीषित बन गया वैसे ही हम कलीसिया ताए दिल से अपना हालेलुया सारे प्रार्थनाओं में उनको आशीषित करके प्रार्थना कर रहा हूं. वैसे हुआ बोल के हम धन्यवाद देते हैं प्रभु जी. आए वो तमाम लोगों को खाते में सौंप रहा हूं, जैसे यूट्यूब में जूम में मीटिंग अटेंड किया हर परमेश्वर का बच्चों को अपने छुआ इसके लिए धन्यवाद. आपका महिमा सामर्थ्य और भी बढ़ दीजिए. जैसे कल हम वापस लौट आएगा इसी सामर्थ्य के साथ में हमें वापस आने दीजिए. आपका महिमा का गवाही बन के जीने के लिए मैं मदद कर दीजिए. हमें कुछ भी नहीं चाहिए प्रभु जी. इस पीढ़ी में पीढ़ियों के बीच में इस जमाना में आपके लिए हालेलुया हम खड़ा होना चाहते हैं. उसके लिए मैं समर्पण कर रहा हूं प्रभु जी. हम सबको नम्र कर रहा हूं. दिया हुआ सुंदर आशीषों के लिए, दिया हुआ हर प्रकार का छुटकारा चंगाइयों के लिए कोटि कोटि धन्यवाद कहते हैं. हम सबको नम्र करते हैं. प्रार्थना सुना बोल के धन्यवाद आदर महिमा आपको देते हैं. प्रार्थना यीशु मसीह के पवित्र नाम में हम मांगते हैं. सुनो स्वीकार कर यीशु के नाम में. आमेन Amen, 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 amen. May the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, 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 amen. God bless you all. Have a wonderful time. ഒരു പ്രാവശ്യം കൂടെ ദേവദാസനോട് നന്ദി പറയുന്ന और एक बार मैं प्लसन पास्टर से अपना धन्यवाद करना चाहता हूँ. पास्टर थैंक यू. हालेलुया. ഇനിയും വരണം പാസ്റ്റർ, ഞങ്ങൾക്ക് സമയം അനുവദിച്ചു തരണം. ദൈവം സഹായിക്കട്ടെ.